Hello everyone. Good evening. Welcome to Next Academy. എൻ്റെ പേര് VS അനന്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ഈ ഏരിയ സിബി ലോ ഓഫീസിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ആണ്. ഞാനൊരു 3-4 മിനിറ്റ്സ് വൈകി. ഞാൻ ഇപ്പോൾ എത്തിയല്ലോ കോടതിയിൽ നിന്ന്. സോ ദാറ്റ്സ് വൈ ഡിലേ പറ്റിപ്പോയി. Apologizes for the inconveniences I caused you. Right. സോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എക്സാമിൻ്റെ ഒരു ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും എക്സാം. ഞാൻ ഡീറ്റെയിൽ സ്ലൈഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ്. അതിൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം ഒരു മോക്ക് ക്ലാസ്, അതായത് ഒരു കമ്പനി ലോ, അതുമായി നമ്മൾ സിലബസ് അനലൈസ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് സെഷനും കൂടെ, അതായത് ക്ലാസ്, നമ്മൾ അതും കൂടെ എടുക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അത് ലാസ്റ്റാണ്. സോ സെബിൽ ലോ ഓഫീസർ ഗ്രേഡ് ഇതിന്റെ സിലബസ് ഉണ്ട്, ഡീറ്റെയിൽ ആണ്, നമ്മൾ അങ്ങോട്ട് നോക്കും. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ജോബ് ആണ്, പക്ഷെ സർവീസ് ആണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒബ്വിയസ്ലി ദ സാലറി. യെസ് ഇൻഡീഡ്, ദ സാലറി തന്നെയാണ് ഇതിൽ വരുന്നത്. 1,84,000 ഉണ്ട് സാലറിയാണ് വരുന്നത്. അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ളത്. സോ നമുക്ക് ഈ എക്സാമിന്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. അതായത് 3 ഫേസ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഓൺലൈൻ ആണ്, എക്സാം ഒക്കെ ഓൺലൈൻ ആണ്. അപ്പോൾ ഇതിന്റെ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ചില മെമ്മറിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. യെസ്, ദാറ്റ്സ് ഗുഡ്. ഞാൻ അതിൽ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലോ ബേസിലുള്ള ടോപ്പിക്സ് ആണ് കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത്. സോ സെബി നമുക്ക് പൊതുവെ ഫെമിലിയർ ആണ്. സെക്യൂരിറ്റീസ് ബോർഡ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആ ഒരു ബോർഡിന്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും 90s ശേഷം, 90s ഇന്ത്യൻ ഇക്കണോമി റാവോ മൻമോഹൻ പ്ലാൻ അഥവാ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ്. ഈ ചേഞ്ച് ഉണ്ടായപ്പോൾ മാർക്കറ്റുകളുടെ പ്രാധാന്യം കൂടുന്നുണ്ട്. അതുവരെ നമ്മൾ ഒരു സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കണോമിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അത് മാറി ഇന്ത്യ ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിലേക്ക് മാറി. ഫ്രീ മാർക്കറ്റ് ഇക്കണോമി അല്ലെങ്കിൽ ഈ ലേസസ് ഫെയർ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ ഇവിടെ കമ്പറ്റീഷൻ ഉണ്ടാവാൻ തുടങ്ങി, ഷെയർ മാർക്കറ്റ് വരാൻ തുടങ്ങി, ബിസിനസ് ഒക്കെ വരാൻ തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റിന് പ്രാധാന്യം വരുന്നു. അങ്ങനെ റെഗുലേറ്ററി ബോഡി വരുന്നു. അവിടേക്കാണ് സെബിയുടെ പ്രാധാന്യം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് റിലവൻസ്, ദ പെർട്ടിനൻസ് ഓഫ് ബോർഡ് ആ ഒരു പീരീഡിന് ശേഷമാണ് വരുന്നത്. ഈ മറ്റൊരു അഡ്വാൻറ്റേജ്, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ നബാർഡിന്റെ എക്സാം എളുപ്പമാണ്. ഇതിന്റെ സിലബസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഫെമിലിയർ ആയ ടോപ്പിക്സ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച്. പിന്നെ സബ്ജക്ട് റിലേറ്റഡ് ആയ ടോപ്പിക്സ് ഉണ്ട്. ഈവൻ BNSും BNSS ഒക്കെ, BSAയും ഒക്കെ ഉണ്ട്. പഴയ IPCയും CRPCയും എവിഡൻസ് ആക്ട് ഒക്കെ ഇതിലുണ്ട്. റൈറ്റ്. സോ ഇതില് പേപ്പർ 1 ഫേസ് 1 എക്സാമിൽ വരുമ്പോൾ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഞാനത് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നോക്കും. ഈ പേപ്പർ 1 വരുമ്പോൾ ശരിക്കും അവർ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് ജനറൽ അവയർനെസ് ആണ്. ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ്. ഇത് ഏത് എക്സാമിന് പോയാലും കാണാൻ പറ്റുന്ന വേറെ പ്രത്യേകതയൊന്നുമില്ല. പേപ്പർ 1 ഫേസ് 1 എക്സാം പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 വരും. പേപ്പർ 1 ഓൺലൈൻ ആണ്, ഇറ്റ്സ് ഓൾ ഓൺലൈൻ. ഇനി പേപ്പർ 2 വരുമ്പോൾ അവിടെ ലീഗൽ സബ്ജക്ട്സ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കോൺട്രാക്ട് വരുന്നുണ്ട്, കമ്പനി വരുന്നുണ്ട്, സെക്യൂരിറ്റീസ് ലോ വരുന്നുണ്ട്, സിവിൽ ക്രിമിനൽ ലോ, ഇങ്ങനെയൊക്കെ ഉള്ളത് അവിടെ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. എന്തായാലും ഫേസ് ഇത്രയുണ്ട്, ഓൺലൈൻ മോഡാണ് എന്നൊക്കെ നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഒരു സിലബസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. 100 മാർക്കാണ് ഓരോ പേപ്പറിനായിട്ട് വരുന്ന. അവസാനം ഇന്റർവ്യൂ, ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ ഇന്റർവ്യൂ, or it's a personality test or interview, whatever you can call it. Right. MCQ പാറ്റേണിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇംഗ്ലീഷും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട് അല്ലെ. ഹിന്ദിയിൽ പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലും പ്രൊവൈഡ് ചെയ്യാം. മലയാളത്തിലും തമിഴിലും തെലുങ്കുലും കന്നഡയിലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ
നമുക്ക് ഇംഗ്ലീഷ്, കാരണം ഹിന്ദിയിൽ പഠിച്ചവർക്ക് അവർ വളർന്നു വരുന്ന ഭാഷയുടെ അഡ്വാൻറ്റേജ് ഉണ്ട്, മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ല, പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹിന്ദിക്ക് എപ്പോഴും ഒരു പക്ഷ ബയസ് ടുവേർഡ്സ് ഹിന്ദി. ഓക്കെ, എനിവേ അത് രണ്ടും നിൽക്കരുത്, നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി അറിയാവുന്നവർക്ക് അതും എഴുതാം. ഇനി സിലബസ് ആണ്. ഈ സിലബസ് നമ്മൾ ചെയ്യുന്നത്, സിലബസ് എപ്പോഴും ഓർമ്മയിൽ വേണം, പഠിച്ചു വെക്കണം അല്ലെ. സിലബസ് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ ആവശ്യമുള്ള കാര്യമാണ് സിലബസ്. ഞാൻ നടത്താൻ പോകുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. സിലബസ് ഡീകോഡിംഗ്, ഇറ്റ്സ് സിലബസ് ഡീകോഡിംഗ്. ആ സിലബസ് തന്നിട്ടുണ്ട്. ഒരു എക്സാം, ഏതൊരു എക്സാമും ജയിക്കാൻ, ഹൗ ടു ക്രാക്ക് എൻ എക്സാം ഈസിലി, ഒരു എക്സാം ജയിക്കാൻ എളുപ്പമാണ്, അതിന്റെ സിലബസ് എടുക്കും. ബുക്സ് ഒന്നും എടുക്കരുത്, അതൊക്കെ സെക്കൻഡറി ആണ്. ബുക്സ് സെക്കൻഡറി. ചിലർ എക്സാം വരുമ്പോൾ മാർക്കറിൽ പോയിട്ട് ബുക്സ് നോക്കും, ആ ഇന്ന ബുക്സ് ഏതാ, ഇതിന് പറ്റിയ ബുക്സ് ഏതാ. ഓക്കെ, what they are doing, they're just purchasing it, they're buying it, purchase ചെയ്തിട്ട് just open it and read the contents, അത്രേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു എക്സാമിന് ആദ്യമേ ബുക്ക് പർച്ചേസ് ചെയ്യരുത്. ഫസ്റ്റ് നോക്കേണ്ടത് സിലബസ് നോക്കണം. സിലബസ് നോക്കിയിട്ടും കാര്യമില്ല. സിലബസ് നോക്കാം, പക്ഷെ എക്സാം ചെയ്യിക്കില്ല. ഇവിടെയാണ് സിലബസ് ഡീകോഡിംഗ് വരുന്നത്. ഓരോ സിലബസിന്റെ വേർഡ് എടുക്കണം അല്ലെ. നമുക്കിപ്പം നിയമത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലെ. ഇന്റർപ്രിട്ടേഷനോ പ്രത്യേകിച്ചും ഹൈക്കോർട്ടിലേക്കും സുപ്രീം കോടതിയിലേക്ക് കേസ് വരുമ്പോൾ, അപ്പീലും സ്പെഷ്യൽ ലീവ് ആയാലും റിട്ടൊക്കെ വരുമ്പോൾ എന്താണ്, അവിടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എടുക്കുന്നുണ്ട്. എങ്ങനെ ലോ ഇന്റർപ്രിറ്റ് ചെയ്യണം, ഹാർമോണിയസ് റൂൾ, മിസ്ചീഫ് റൂൾ, ഗോൾഡൻ റൂൾ, ഇങ്ങനെ പലതുപോലെ ഈ സിലബസും ഓരോ വാക്ക് എടുക്കണം. നമ്മളതിന് ഡീകോഡിംഗ് എന്നാ പറയുന്നത്. ഡീകോഡിംഗ്, സിലബസ് ഡീകോഡിംഗ്. സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഒരുപാട് പഠിക്കണ്ട. സിലബസ് അറിഞ്ഞ ഒരു വ്യക്തി ചെയ്യുന്നത്, ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ സ്മാർട്ട് വർക്ക് ആണ്. ഇറ്റ് ഈസ് സ്മാർട്ട് വർക്ക്. സിലബസ് അറിയാത്ത വ്യക്തി ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള വഴിയാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം വർക്ക് ഒരു ഹാർഡല്ല, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ സ്മാർട്ട് വർക്ക്, നമുക്ക് ആവശ്യമുള്ള എന്താണോ അതിനനുസരിച്ച് ചെയ്യുക. ചില കഷ്ടപ്പെട്ട് പഠിച്ചിട്ടെന്ന് പറയും, അയ്യോ പഠിത്തം ഒരു കഷ്ടപ്പാടൊന്നുമല്ല ഇല്ലേ, പഠിത്തം ഒരു കഷ്ടപ്പാടൊന്നുമില്ല. പഠിത്തം നല്ലതാ, ജോലിക്കും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന പഠിത്തം. എങ്ങനെ കഷ്ടപ്പാടാവുന്നു അല്ലേ. ഹാർഡ് വർക്ക് ഇല്ല, സ്മാർട്ട് വർക്ക്. നമുക്ക് ആവശ്യമുള്ള, ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെയാണ് പഠിച്ചെടുക്കുന്നു. ഏത് മേഖലയാണോ അതിനനുസരിച്ച് എടുക്കുന്നു അല്ലേ. സ്മാർട്ട് വർക്ക്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്കായിട്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കും. അത്രേ ഉള്ളൂ, വേറൊന്നും അവിടെ നടക്കുന്നില്ല. ഇവിടെ വേണ്ട സ്മാർട്ട് വർക്കാണ്. അപ്പൊ സിലബസ് അറിയുമ്പോൾ, ഡീകോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ബുക്ക് വാങ്ങണം. കാരണം നിങ്ങളൊരു മാർക്കറ്റിൽ പോയി ബുക്ക് വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളെല്ലാം പഠിച്ചു വയ്ക്കും, പക്ഷെ എല്ലാം ആവശ്യമില്ല. അതിലൊരു സിലബസ് ഡീകോഡിങ് നടത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ ഒരു ബുക്കിൽ പോലും ഡീകോഡിങ് ദ സിലബസ്, അങ്ങനെ ഒരു ഏരിയ അവർ ആഡ് ചെയ്യില്ല. പേരിന് സിലബസ് കൊടുക്കും, ജസ്റ്റ് ഒന്ന് നോക്കും, എന്നിട്ട് ബാക്കി വായിച്ചിട്ട് അങ്ങ് വിടുക. അതെങ്ങനെയാ ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ എന്ത് പറ്റും, ജയിക്കത്തില്ല എക്സാം. കാരണം നമ്മൾ ഒരുപാട് പഠിക്കും. എന്ത് പഠിക്കും, ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലെ. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ആൻഡ് നമ്പർ ഓഫ് ഇഷ്യൂസ് വി മേ ഫേസ്, അത് അവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ട സിലബസ് ഡീകോഡിങ്ങിലേക്ക് പോകണം. അപ്പൊ എങ്ങനെയാണ്, ഹൗ വി ക്യാൻ ഡീകോഡ് സിലബസ് ഡീകോഡ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിലബസ് ഡീകോഡ് ചെയ്തുമ്പോൾ നിങ്ങളൊരു ബുക്ക് എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കോണ്ടന്റ്സ് നോക്കാം. വെദർ ദിസ് ഈസ് റിലവൻറ്റ് ടു ദ ടോപ്പിക്, വെദർ ഇറ്റ് ഈസ് പെർട്ടൈനിങ് ഓർ വെദർ ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ടോപ്പിക് അല്ലെ. വെദർ ഇറ്റ് ഈസ് എ പെർട്ടിനന്റ് ഓൺ ഓർ റിലവൻറ്റ് വൺ, അത് പ്രസക്തമായ കാര്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ കഴിയും അല്ലെ. അത്രയും കാര്യം മതിയാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡീകോഡിങ്. ഇറ്റ്സ് അബൌട്ട് ഡീകോഡിങ്. പേപ്പർ 1 ഞാൻ പറഞ്ഞു, അത് ഓരോന്നായിട്ട് പഠിപ്പിക്കും. പിന്നെ നമുക്കിവിടെ നോട്ട് ഉണ്ടാവും, പലരും നോട്ട് ഷെയർ ചെയ്യും. ഇപ്പൊ ഞാൻ ലോ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുന്നത്. ഞാനൊരു ഗ്യാരണ്ടിയോടുകൂടിയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രം നോക്കിയാൽ ഒന്നും വേണ്ട. കാരണം ഞാൻ ഒറിജിനൽ ബെറാക്സിൽ നിന്ന് എക്സാം പെർസ്പെക്റ്റീവ്, നമുക്ക് ബെറാക്ട് മൊത്തം വേണ്ട, അതിൽ എക്സാമിന് PYQ നോക്കിയിട്ട് ആ ചോദിച്ച പാറ്റേണിൽ പഠിച്ചാൽ മതി. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ ഒരു ബുക്കും വേറെ വാങ്ങരുത്. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം ഞാൻ ഈ ലീഗൽ ഫീൽഡിൽ തന്നെയാണ്. ഞാനിവിടെ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഡൽഹിയിലാണ്. സോ ഈ ഫീൽഡിൽ തന്നെയാണ്. അപ്പൊ അറിയാം ലോയിൽ എവിടെ നിന്നൊക്കെ ചോദിക്കും. പിന്നെ PYQ നോക്കുമ്പോൾ എങ്ങനെ ചോദിക്കും എന്നറിയാം. അപ്പൊ അതിനനുസരിച്ച് ആ ബെറാക്ടിൽ നിന്ന് കാര്യങ്ങൾ വെച്ച് മാത്രം ഞാൻ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മാത്രമേ നോക്കൂ, അത് വേറെ ഒന്നും നോക്കരുത്. ഞാൻ എന്താണോ നോട്ട് വരുന്നത് അത് മാത്രം. അതുപോലെ ബാക്കി ക്ലാസ്സുകൾക്ക് നോട്ട് ഉണ്ടാവും, നിങ്ങൾ അത് നോക്കുക.
അത് കൃത്യമായിട്ട് നോക്കുക. അതിൻ്റെ ഫാക്കൽറ്റീസ് പറയും എവിടെ നോക്കണം, ഏത് നോക്കണം. എൻ്റെ കാര്യത്തിൽ ഞാൻ തരുന്നത് മാത്രം നോക്കുക. ലൈക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക. ബിലീവ് മീ, അല്ലെ, ഭയപ്പെടേണ്ട. ലൈക്ക് എവറിഥിങ് വിൽ ബി ഓക്കെ. സോ ഇതിൽ പേപ്പർ 1 നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ അവയർനെസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഈ പേപ്പർ 1 ജനറൽ അവയർനെസ് എന്ന് മാത്രം തന്നിട്ടുണ്ട് അവർ. പക്ഷെ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ സെബിയുടെ എക്സാം ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനാൻഷ്യൽ സെക്ടറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. ന്യൂസ് പേപ്പർ വായിക്കുക, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ ഫൈനാൻഷ്യൽ സെക്ടറുമായി റിലേറ്റഡ് ടു ദ ഫൈനാൻഷ്യൽ സെക്ടർ, അത് നിങ്ങൾ യു മസ്റ്റ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്. ന്യൂസ് പേപ്പർ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ, സെബിയുടെ പുതിയ ചെയർമാൻ അപ്പോയിന്റ് ചെയ്തു, സെബി മറ്റത് ചെയ്തു, അല്ലെങ്കിൽ ലൈക്ക് പുതിയ ട്രൈബ്യൂണൽ മറ്റത് വിഷയം, ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് വിഷയമുണ്ട്. ചിലപ്പോൾ ഈവൻ RBIയുടെ ഉണ്ട്, RBIയുടെ ചെയർമാൻ RBI മോണിറ്ററി പോളിസി ഇറക്കി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നോക്കും. സ്പെഷ്യൽ എംഫസിസ് ഷുഡ് ബി ഗിവൻ ടു ദ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് മാൻഡറ്റോറി. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. മാൻഡറ്റോറി, ഓർ ലോയിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഷാൾ. മാൻഡറ്റോറി, മേ അല്ല. അതുപോലെ ജനറൽ അവയർനെസ് should attach more importance to priority to what? It's ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. അത് ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കുമ്പം കിട്ടാറുണ്ട്. അതിൽ ഫാക്റ്റുകൾ എടുക്കും. ഇല്ല അതൊക്കെ എങ്കിലും കറണ്ട് അഫയേഴ്സ് മാഗസിനും കിട്ടും. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പറ്റിയാൽ ന്യൂസ് പേപ്പർ വായിച്ച് ഫൈനാൻഷ്യലായി വരുന്ന കാര്യങ്ങൾ, സെബിയുടെ പുതിയ ചെയർമാൻ ആര്, അതാരെ എപ്പോൾ അപ്പോയിന്റ് ചെയ്തു, ഇങ്ങനെ സെബിയുടെ ലൈക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ, അതൊക്കെ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ വരും. അതങ്ങ് വായിച്ചെഴുതിയ ഏറ്റവും നല്ലത്, അല്ലേ. എഴുതി വെക്കാം. എഴുതണം നിർബന്ധം എന്ന് പറഞ്ഞാൽ വേർഡിൽ വെക്കാം, എവർ നോട്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എവിടെ ഏത് രീതിയിൽ വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി പിന്നെ ഈ ഇംഗ്ലീഷ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പേപ്പർ 2 വരുമ്പോൾ അവിടുത്തെ പാറ്റേൺ കുറച്ചും കൂടെ മാറുവാണ്. ഇതിൽ പേപ്പർ 1 വെയിറ്റേജ് ഒരു 30% ഒക്കെയാണ് വരുന്നത്. പേപ്പർ 2 വരുമ്പോൾ ഇവിടെ കമ്പനീസ് ആക്ട് വരുന്നുണ്ട്. കമ്പനീസ് ആക്ട് വളരെ റിലവൻ്റ് ആണ്. കമ്പനീസ് ആക്ട് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയാം. ഞാൻ ഇവിടെ ഡൽഹിയിൽ കോർപ്പറേറ്റ് ലോയും ടാക്സേഷനും PMLA ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കമ്പനീസ് ആക്ട് വരാം. നല്ല രസമല്ലേ, പഠിച്ചിട്ടുള്ളവർക്ക്. ഇത് ബ്യൂട്ടിഫുൾ സബ്ജക്റ്റാണ്. ഒരു കാലത്ത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ പിന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. അതിൽ സിലബസ് ഞാൻ കൃത്യമായിട്ട് എടുത്തുതരാം, ഏതൊക്കെ വേണമെന്ന് എടുത്തുതരാം. അതിൻ്റെ ഒരു ഡെമോ ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബേസിക് ആയിട്ട് കവർ ചെയ്ത് തരാം. ഓക്കെ, കമ്പനീസ് ആക്ട് പേപ്പർ 2 ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കൂടാതെ ഇക്കണോമിക്സ് ഉണ്ട്. ഇതിനൊക്കെ ക്ലാസ് ഉണ്ടാവും. അക്കൗണ്ടൻസി, കൊമേഴ്സ് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ഒരു 40% ഉണ്ടാവും. കൂടാതെ IT, അതിന് വലിയ പ്രത്യേകതയൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ലീഗൽ സൈഡൊക്കെ ഈ പേപ്പർ 2 വരും. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫൈനാൻസ്, കൊമേഴ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ എല്ലാം ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് അവരത് ഡീകോഡ് ചെയ്ത് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിൽ പേപ്പർ 1ഉം 2ലും വരുമ്പോൾ എപ്പോഴും 100 മാർക്കാണ്. പക്ഷെ പേപ്പർ 1 വരുമ്പോൾ ഒരു ജനറൽ സ്ട്രീം, അത് കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആണ്. ഇതിൻ്റെ പ്രിലിമിനറി എപ്പോഴും എളുപ്പമായിരിക്കും. കാരണം പ്രിലിമിനറി എക്സാമിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എലിമിനേഷൻ ആണ്. അത് എളുപ്പമായിരിക്കും, പൊതുവേ എളുപ്പമാണ്. ഒട്ടും പഠിക്കാതെ പോകുന്നവർക്കാണ് ഇച്ചിരി പ്രശ്നം. ഇറ്റ്സ് ക്വൈറ്റ് ഈസി, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ ടഫ് നട്ട് ടു ക്രാക്ക്, ഇറ്റ്സ് ഈസി. നമ്മളപ്പോൾ ലീഗൽ സ്ട്രീമിലേക്ക് നമ്മൾ നോക്കുകയാണ്. ലീഗൽ സ്ട്രീമിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ ലീഗൽ സ്ട്രീമിലേക്ക് പോകുമ്പോൾ നിലവിൽ 100 മാർക്സ് ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഞാനിത് ഷെയർ ചെയ്യാം, നിങ്ങളത് വായിച്ചാൽ മതി. ഞാനിത് ഓരോന്ന് ടൈം, വർക്ക്, പൈപ്പ്, നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അത് അറിയാലോ, വായിച്ചാൽ മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ഇംഗ്ലീഷിൽ ഇഡിയംസ്, ഫ്രേസസ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ്, പാസീവ് വോയിസ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് കേട്ടുള്ള കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങളും ആയിരിക്കാം, അല്ലേ? അത് ഞാൻ വായിച്ചു പോകുന്നില്ല, വെറുതെ വായിച്ച് ടൈം കളയുന്നില്ല. ഈ ടോപ്പിക്ക് ഞാൻ ഷെയർ ചെയ്യാം, ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈ ടോപ്പിക്കുകൾ പറഞ്ഞു വെച്ചാൽ മതിയാവും. ഇതിൻ്റെ ലീഗൽ പേപ്പറിലേക്ക് നമുക്ക് പോവാം.
ഇതിൽ വരുമ്പോൾ പിന്നെ ഇക്കണോമിക്സിലും സിലബസ് ഉണ്ട്. അതിന് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലീഗൽ പേപ്പർ ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ 20% ഉള്ളൂ. ഇറ്റ്സ് ഓൺലി 20% ഉള്ളൂ. ഏതാ പഠിക്കേണ്ടത്? എല്ലാം പഠിക്കണം ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ സിലബസ് ഇവിടെ ക്ലാരിറ്റി, അത് എന്ത് പഠിക്കണമെന്ന് ഒരു ക്ലാരിറ്റി വേണം. ഇംപ്ലിസിറ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്രിയാമ്പിൾ പഠിക്കും അല്ലെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ആൻഡ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട് അല്ലേ. നിങ്ങൾ ലോ പഠിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, പഠിച്ചവർക്കൊക്കെ അറിയാം എന്താണ് പ്രിയാമ്പിൾ അല്ലെ. അപ്പൊ പ്രിയാമ്പിളിന്റെ ബേസിക് ഡെഫിനിഷൻ അല്ലെ, ആർക്കും അറിയാവോ എന്താ പ്രിയാമ്പിൾ? അറിയാൻ കോമന്റ് ചെയ്യാവോ? അറിയാൻ കോമന്റ് ചെയ്യാവോ? വാട്ട് ഈസ് പ്രിയാമ്പിൾ? ലെറ്റ് ഇറ്റ് ബി ആൻ ഇന്ററാക്റ്റീവ് സെക്ഷൻ. ഇത്രയും നാളെ ഞാൻ സമയം ഞാൻ വൺ മാൻ ഷോ ആയിരുന്നു. യു ക്യാൻ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. റൈറ്റ് ശരി, ചാർജ് കണക്ട് ചെയ്ത. ഓക്കെ, ഇതില് കോമന്റ്സ് വന്നു. റൈറ്റ്, ഒരാൾ പറഞ്ഞു അല്ലെ, ടോണി പറഞ്ഞത് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതൊക്കെ മതി. ശരിക്കും പ്രിയാമ്പിളിന്റെ ഡെഫിനിഷൻ വരുമ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആതിര കൃഷ്ണ ബി എ അഡ്വക്കേറ്റ് ഓക്കെ മെൻഷൻ ചെയ്തതാണ്. ശരിക്കും പ്രിയാമ്പിൾ നിങ്ങൾ പറയുന്നത് ശരിയൊക്കെയാണ്, അതൊക്കെ മതിയാവും. ശരിക്കും പ്രിയാമ്പിൾ ഡെഫിനിഷൻ അതല്ല അല്ലെ. ഇത് നമ്മൾ പൊതുവെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും അതിലൊക്കെ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ഇത് NCERT-യിലുള്ള ഡെഫിനിഷൻ. നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചാൽ കുറച്ചും കൂടെയൊക്കെ ബേസ് കിട്ടും, അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതിന്റെ ഫീച്ചേഴ്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഞാൻ അങ്ങനെയല്ല സുഹൃത്തുക്കളെ ചോദിച്ചത് അല്ലേ, ഞാൻ അങ്ങനെയല്ല ചോദിച്ചു. വാട്ട് ഐ ആസ്ക്, ഞാൻ എന്താണ് ചോദിച്ചത്? വാട്ട് ഈസ് പ്രിയാമ്പിൾ? ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഡെഫിനിഷൻ ആണ് ചോദിച്ചത്. അപ്പം പറയേണ്ടത് ചിലർ പറയും ലൈക്ക് ആമുഖം ഓർ പ്രീഫേസ് എന്ന് പറയും, ഇൻട്രൊഡക്ഷൻ പറയും, ബ്രീഫ് ഇൻട്രോ എന്ന് പറയും, കീപ് ടു, അതൊക്കെ ശരിയാണ്. കീപ് ടു ഓപ്പൺ ദ മൈൻഡ് ഓഫ് ദ മേക്കേഴ്സ്, നിങ്ങൾക്ക് അതൊക്കെ പറയാം. ബട്ട് ദീസ് ആർ ബേസിക് ഫീച്ചേഴ്സ് ആണ്, ഓരോരുത്തരുടെ ഒപ്പീനിയൻ. വാട്ട് ഈസ് പ്രിയാമ്പിൾ? ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സാമിന് ചോദിക്കുമ്പോൾ പ്രിയാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു, ഫസ്റ്റ് ഓപ്ഷൻ ഡെഫിനിഷൻ ചോദിക്കും, ഫിലോസഫി ഉണ്ട്, അടുത്ത ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പലതും ഉണ്ട്. നിങ്ങൾ ഏതിന് പോകും? ഫസ്റ്റ് ചോയ്സും ഏതാ? ഒറ്റ ചോയ്സേ ഉള്ളൂ അവിടെ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതാ? ഫിലോസഫി. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫിലോസഫിയാണ്. കാരണം എന്താ? Preamble is guiding all the articles of the Constitution. Preamble is guiding all the articles of the Constitution. We check each and every article of the Constitution. These are guided by the preamble. അല്ലേ? Preamble അല്ലേ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ രീതികൾ അല്ലേ? ആണ് സുഹൃത്തുക്കളെ, ആണ്. സി, വേറെ ഒന്നുമില്ല. The preamble is guiding all the articles of the Constitution. അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ല. കാരണം പ്രിയാമ്പിൾ എവിടെ നിന്നാണ് വന്നത്? ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൽ വന്ന സെക്യുലർ ലൈക് സോഷ്യലിസ്റ്റ് ഈ ആശയങ്ങളൊക്കെയല്ലേ പ്രിയാമ്പിളുള്ളത്. പ്രിയാമ്പിൾ ഈസ് ഗൈഡിങ് ഓൾ ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ചില ജഡ്ജ്മെന്റ്സ് ഉണ്ട്, അത് കോടതി, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഞാനൊരു 20 കേസെങ്കിലും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുക, സാധ്യതകളുണ്ട്, തള്ളിക്കളമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർക്കും പറയാൻ പറ്റും? വാട്ട് ഈസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ്? or what is a type of Indian constitution? അറിയാൻ കോമന്റ് ചെയ്യാവോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് നോട്ട് ദ ഡെഫിനിഷൻ ബട്ട് ദ ടൈപ്പ് ആൻഡ് ഓർ ലൈക്ക് ആത്ര കൃഷ്ണ ബി എ അഡ്വക്കേറ്റ് പറഞ്ഞു, യാ ബേസിക് ലീഗൽ ഡോക്യുമെന്റ്, ബേസിക് ലീഗൽ ഡോക്യുമെന്റ്. ഓക്കെ, സി ബേസിക്കലി പറഞ്ഞു ശരിയാണ്. ഗ്രണ്ട് നോം, യാ ടോണി പറഞ്ഞു, you whatever you are expressing it's right, I'm not denying you whatever you are saying is right. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ലീഗൽ ആൻഡ് റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു കാണും, റിജിഡ്, ഫ്ലെക്സിബിൾ, റിട്ടൺ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലീഗലാണ്, ലൈക്ക് ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണോ എന്ന് വെച്ചാൽ ആസ് വെൽ ആസ് യെസ് ആണ്. ഓൾസോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ റിട്ടൺ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ, റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ് റിട്ടൺ, ആ എഴുതിയിരിക്കുന്ന അതേപടി അപ്ലൈ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 21 എടുക്കണം, എന്താ പറയുന്നത്? നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ. ഒരു പ്രൊസീജിയർ മറ്റൊന്നും എഴുതിയത് മാത്രം. 14 പോകാം. 14 എന്ത് പറയുന്നു? The state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. എഴുതിയിരിക്കുന്ന കാര്യം. ഇപ്പൊ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാർലമെന്റ് കൺട്രോൾ എവിടം വരെ എത്തുമെന്നാണ്. ഇന്ത്യക്ക് അകത്ത് എന്ന് പറയണമെന്നില്ല, പക്ഷെ പാർലമെന്റിന്റെ കൺട്രോൾ എവിടം വരെ എത്തും എന്നതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിൾ അല്ല. ഈവൻ കശ്മീർ നേരത്തെ ആപ്ലിക്കബിൾ അല്ലായിരുന്നു, അല്ലെ? ഇപ്പൊ എഴുതിയിരിക്കുന്ന റിട്ടൺ എലമെന്റ്സ് മാത്രം എടുത്ത് നമ്മൾ പറഞ്ഞാൽ, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഏതാണ്? ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓസ്ട്രീനിയൻ സ്കൂൾ എന്താ പറഞ്ഞത്? ജോൺ ഓസ്റ്റിൻ പറഞ്ഞു, ലോ ആസ് ഇറ്റ് ഈസ്, നിയമം എന്താണ് എഴുതി അതേപോലെ ഫോളോ ചെയ്യുക, വേറെ അതിന്റെ അപ്പുറം ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യാനൊന്നും പോകണ്ടായി, ജസ്റ്റ് അങ്ങ് ഇന്റർപ്രിറ്റ് അപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല, അല്ലെ? നമ്മുടെ AK ഗോപാലൻ കേസ് പറഞ്ഞത് ലോ ആസ് ഇറ്റ് ഈസ്, ദാറ്റ്സ് ഓൾ. ഇനി റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സും കൂടെ ആഡ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 21 ഞാൻ പറഞ്ഞു, പക്ഷേ മനേകാന്തിയിൽ എന്ത് പറഞ്ഞു? നമ്മളെല്ലാം പഠിക്കുന്നതാണ്, ഇതെല്ലാം പൊതുവെ പഠിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞു? പ്രൊസീജിയർ ഷുഡ് ബി ദർ, ബട്ട് ദാറ്റ് പ്രൊസീജിയർ ഷുഡ് ബി ജസ്റ്റ് ഫെയർ റീസണബിൾ, അല്ലെ? അവിടെ പ്രൊസീജിയറൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തണം, സബ്സ്റ്റാൻഷ്യൽ ജസ്റ്റിസ് ഒക്കെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോടതി പറഞ്ഞ ഒപ്പീനിയൻ, ബേസിസ് സ്ട്രക്ചർ കോടതി പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ചേർന്ന് വരുന്നതാണ് ഈ പറയുന്ന എന്താണ് ഈ റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആണ്. ദീസ് ആർ വെരി ബേസിക് ആൻഡ് സിമ്പിൾ ടോപ്പിക്. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. അതെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓൺലി 1 minute. ഐ എം സോറി. അതായത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു. അമ്മ വിളിച്ചൊരു പ്രത്യേകത ഉണ്ട്, എടുത്തില്ലെങ്കിൽ 100 കോള് വിളിക്കും. അങ്ങനെ ഞാൻ വിളിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് കാര്യം പറഞ്ഞു, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തു. ക്ലാസ്സിലാണ്, സോറി. എന്നൊക്കെ ഒരു പക്ഷേ സാഹചര്യം മനസ്സിലാവും. അമ്മമാര് ചിലപ്പം 100 കോള് വിളിക്കും ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് സാഹചര്യം. ഓക്കെ, സി റൈറ്റ്. അപ്പം ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. പിന്നെ സെക്യുലറിസം വരും. ഇപ്പൊ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് പോസിറ്റീവ് സെക്യുലറിസം, അതിന്റെ ടൈപ്പ് ഓഫ് സെക്യുലറിസം വരും. ഇനി സെക്യുലറിസം പ്രിയാമ്പിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഓരോ പോയിന്റ് ഡീകോഡ്, സിലബസ് കൃത്യം ഡീകോഡ്. ഇതിന്റെ അകത്ത് ഞാൻ എന്തായി പറഞ്ഞു ഇത് മാത്രമേ ചോദിക്കൂ, ഇതിന്റെ അപ്പുറം പോകത്തില്ല. 100% ഞാൻ പ്രിയാമ്പിൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിന്റെ അപ്പുറം പോകത്തില്ല, 100%. കാരണം ബേസിക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് അഡ്വാൻസ്ഡ് ഉള്ളത് ഞാൻ സിമ്പിൾ ആയി പഠിപ്പിക്കും, അല്ലെ? ഇനി ഓൾസോ അവരെ ചോദിക്കുന്ന മറ്റൊരു പല എക്സാമിനും കാണും, പ്രിയാമ്പിൾ സെക്യുലർ എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്കും പറയാൻ പറ്റുമോ? എവിടെയൊക്കെയാണ് പ്രിയാമ്പിൾ സെക്യുലർ എന്ന, സെക്യുലർ വാക്കല്ല, സെക്യുലറിസത്തിന്റെ സ്പിരിറ്റ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ സെക്യുലറിസം സ്പിരിറ്റ്, അല്ലെ താഴെ തന്നിരിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൻ ബിലോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഏതാണ്? ആർക്കും പറയാൻ പറ്റും? പ്രിയാമ്പിൾ എവിടെയൊക്കെയാണ് സെക്യുലറിസത്തെ കുറിച്ച് പറയുന്നത്? എവിടെയൊക്കെയാണ് പറയാൻ പറ്റും? എവിടെയൊക്കെയാണല്ലേ? എവിടെയാണ്? ഏതായാലും ഒന്നാണെങ്കിൽ ഒന്ന്, ഒരുപാടാണെങ്കിൽ ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല, ആരും പറയുന്നില്ല, കോമന്റ്സ് വരുന്നില്ല. ശരി, ഓക്കെ. ഞാൻ നിങ്ങളുടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഒന്ന്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി, അവിടെ വി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണോ? അല്ലെ? മുസ്ലിംസ് ആണോ? ക്രിസ്ത്യൻസ് ആണോ? അല്ലെ? ആരുമില്ല. വി എന്ന് പറയുമ്പോൾ ഹിന്ദു രാഷ്ട്രവും ഇല്ല, ഷെറിയ ലോയിലുള്ള മുസ്ലിം രാഷ്ട്രവും ഇല്ല, ക്രിസ്ത്യൻ രാഷ്ട്രവും ഇല്ല, ഒന്നുമില്ല. വി, ദാറ്റ് സെക്യുലർ, ദാറ്റ് സെക്യുലർ. വി. അടുത്ത എവിടാ പറയുന്നത്? സെക്യുലർ എന്നൊരു വാക്കുണ്ട്. അടുത്ത ഏതാ? ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സെക്യുലർ അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോഷ്യൽ ജസ്റ്റിസിനുണ്ട്, അല്ലെ? സോഷ്യൽ ജസ്റ്റിസ് ആർക്കാ കൊടുക്കുന്നത്? റെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത്. പിന്നെ ഇവിടെ സെക്യുലർ എന്നൊരു വാക്കുണ്ട്. അടുത്ത ഏതാ? ലിബർട്ടി ഓഫ് thought, expression, belief and worship, അല്ലെ? ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, അല്ലെ?
നിങ്ങൾക്ക് എങ്ങനെ വേണോ ദൈവത്തെ ആരാധിക്കാം, കരങ്ങൾ തട്ടി ശക്തമായ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാനൊന്നും ഒരു തടസ്സമില്ല എന്നാ പറയുന്നത് അല്ലെ. ബിലീഫ് ഫെയ്ത്തിനൊക്കെ മീനിങ് ഉണ്ട്, അതൊന്നും വേണ്ട, അതൊന്നും ചോദിക്കത്തില്ല. ഡിഫറെന്റ് മീനിങ് അല്ലെ. പ്രിയാമ്പിൾ നമ്മൾ ഇങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. സിമ്പിൾ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി സെക്കുലറിസം ഇനിയും ഉണ്ട്. ഇവിടെ ഇനി വരുന്ന ഇവിടെ ആർട്ടിക്കിൾ 14 ഉണ്ട്, സെക്കുലറിസം ആണ്. ആർട്ടിക്കിൾ 15 ഉണ്ട്, എന്താ പറയുന്നത്, ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ എടുത്ത് പറയുന്നുണ്ട്. 16 ഉണ്ട്, 21 ഉണ്ട്, 25 to 28 ഉണ്ട്, ആർട്ടിക്കിൾ 3 ഐ തിങ്ക് 25 or 24 ഇതാണ് തോന്നുന്നത്, എനിക്ക് അത്ര ഉറപ്പ് വരുന്നില്ല. അതായത് ഇലക്ട്രോളിൽ പേര് ചേർക്കുമ്പോൾ മതപ്രകാരം ചേർക്കാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ചേർക്കണം, ആരെയും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ സിറ്റിസനെ ചേർത്തിരിക്കണം എന്ന് അത് കൃത്യമായിട്ട് ഇതിലുണ്ട് അല്ലെ. സോ ദീസ് എലമെന്റ്സ് എന്തുണ്ട് ഇവിടെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ ശരിക്കും പ്രിയാമ്പിൾ കഴിഞ്ഞിട്ട് പിന്നെ അവര് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ ആർട്ടിക്കിൾ എന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ പഠനം എളുപ്പമായി. ഇതിപ്പോ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പഠിക്കും? പാർട്ട് 1 എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതെല്ലാം പഠിക്കണം. ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, സിലബസ് എടുത്ത് പറഞ്ഞില്ല. പാർട്ട് 1ൻ്റെ അകത്ത് ഇത്രയും പഠിച്ചാൽ മതി, ഇത്ര ഇത് പഠിച്ചാൽ മതി എന്നൊന്നും ഇല്ല, പറയുന്നില്ല അല്ലേ. ക്ലാരിറ്റി ഇല്ല. സിലബസിന്റെ ഒരു പ്രത്യേകതയാണ്, ക്ലാരിറ്റി ഇത്രത്തോളം ഇല്ല. അപ്പൊ നമ്മൾ പാർട്ട് 1 മൊത്തം പഠിക്കണം. ബ്രീഫായിട്ട് പഠിച്ചാൽ മതി, ഇൻ ഡെപ്ത് ഒന്നും വേണ്ട. ചില ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷന് പറഞ്ഞ പോലെ ഡെഫിനിഷൻ അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഏതെടുത്താലും പ്രിയാമ്പിൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ കുറേയൊക്കെ ആവും, അതിൽ നിന്നാണ് ഡെഫിനിഷൻസ് കൂടുതലും ചോദിക്കുന്നത്. സോ ദ ബേസിക്സ് അത് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിരിക്കേണ്ടതാണ് അല്ലേ. അതുപോലെ പാർട്ട് 3 നമ്മുടെ ഫേമസ് ആണല്ലോ. എന്താ പാർട്ട് 3? ആർക്കും അറിയാമല്ലോ, കമന്റ് ചെയ്യാം. എന്താ പാർട്ട് 3 അല്ലേ? വാട്ട് ഈസ് പാർട്ട് 3? ഫേമസ് അല്ലേ? വാട്ട് ഈസ് പാർട്ട് 3? ഈസ് ഇറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? യെസ്, പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ, പ്രൊട്ടക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഗ്യാരണ്ടി ചെയ്തിട്ടില്ല, അല്ല. പാർട്ട് 3 ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നതല്ല. ശരിക്കും നമ്മൾ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് നൽകിയത് എവിടെ നിന്നാ? പാർട്ട് 3 എന്ന് പറയുന്നത് തെറ്റാണ്. അതെന്താ അങ്ങനെ പറയുന്നത് ഇല്ലേ? നിങ്ങൾ ഇനിയിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി എഴുതുവാണോ എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലേ. ഐ സോ യു ആർ സെയിങ് ദാറ്റ് ഞങ്ങൾ സ്കൂളിലും കോളേജൊക്കെ പഠിച്ചു പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ആ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കാം. വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഡെഫിനിഷൻ അറിയണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, സെക്യുലർ എന്താണ്, റൈറ്റ് എന്താണ്, ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിയണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ? ആർക്കെങ്കിലും കോമെന്റ് ചെയ്യാൻ പറ്റുമോ? എനിബഡി അറിയാൻ പറ്റുമോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താന്ന്? What is fundamental rights? What are fundamental rights? What are fundamental rights? Right. ഏതാ പറയൂ. ബെൻസൺ പറഞ്ഞു റെസ്ട്രിക്ഷൻസ് ആണ്. റെസ്ട്രിക്ഷൻസ് ആണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആദ്യമേ വരുമ്പോൾ റെസ്ട്രിക്ഷൻ തന്നെ. ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇത്രയും റെസ്ട്രിക്ഷൻ ഇല്ല. ശരി, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ ആർത്തി പറഞ്ഞു. ഓക്കെ, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, യെസ്. 1250 കിങ് ജോണിന്റെ ജനങ്ങൾ ഫോഴ്സ് ചെയ്ത് ഡിസൈൻ മാഗ്ന കാർട്ട. എനിക്കത് ഫ്രഞ്ചിലോ ലാറ്റിനിലോ എന്താണ് ആ ടൈമിലുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ലാറ്റിൻ എന്തോ ആണ്. യെസ്, അത് തന്നെയാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലെയിംസ് ആണ്. നിങ്ങൾ ജൂറിസ്പ്രുഡൻസിലൊക്കെ പഠിച്ചാണ്, ക്ലെയിംസ് ഓഫ് എ പേഴ്സൺ ഓർ ദ സൊസൈറ്റി, ക്ലെയിംസ് ആണ്. അതോടൊപ്പം ഇൻട്രസ്റ്റും വരാറുണ്ട്, അതെന്തോ ആവട്ടെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 വാക്കുകൾ, 2 വാക്കുകൾ നമുക്ക് ഫേമസ്: ഇൻഹിയറന്റ്, ഇൻഎലിയനബിൾ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് ഇത് കിട്ടിയത്? നമ്മൾ ഒരു പാർട്ട് 3 എന്നാണ് കിട്ടിയത്. ഇല്ല, എനിക്ക് അവിടെ നിന്നല്ല കിട്ടിയത്, നിങ്ങൾക്കും അവിടെ നിന്നല്ല. പിന്നെയോ, ഒരു വ്യക്തി ഇവിടെ ജനിച്ചു വീഴുമ്പോൾ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിപ്പം ഊമിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് റൈറ്റ് ഉണ്ട്. അതാരും തന്നതല്ല. ഇപ്പം ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കിട്ടും അല്ലേ, അതെനിക്ക് ആരെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ഒക്കെ എടുത്ത് വായിച്ചതിന് ശേഷമാണോ ഞാൻ ഫുഡ് കഴിച്ചു തുടങ്ങിയത്? അല്ല, എനിക്ക് ജന്മനാ ഉള്ളതാ. ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്താ? ഞാൻ നഗ്നതാ പ്രദർശനം നടത്താത്ത അല്ലേ? അതൊരു ബേസിക് നീഡാണ്, വോണ്ടല്ല, ഇറ്റ്സ് എ ബേസിക് നീഡാണ് അല്ലേ? അതെ. സി, ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ദീസ് ആസ്പെക്ട്സ് നമുക്ക് ജന്മനാ കിട്ടിയതാ, ഇൻഹിറന്റ് ആണ്.
ഇത് എടുത്തു മാറ്റാൻ പറ്റും. നാളെ ഗവൺമെന്റ് പറയാണ് ആരും ഇവിടെ വസ്ത്രം ഇടാൻ നടക്കുന്നത്. നോ, ഇറ്റ്സ് ഇൻഅലീനബിൾ. ഒരാഴ്ച ആരും ഫുഡ് കഴിക്കരുത്. നോ, ഇറ്റ്സ് ഇൻഅലീനബിൾ. എടുത്ത് മാറിയാൽ തീർന്നു. ക്രിട്ടിസൈസ് ചെയ്യാം. എനിക്ക് ഗവൺമെന്റിനെ വിമർശിക്കാൻ പറ്റും അല്ലെ, ഇഷ്ടംപോലെ വിമർശിക്കാൻ പറ്റും. എന്താണത്? ഇതൊക്കെ ഇൻഅലീനബിൾ ആണ് അല്ലെ, ഇതൊന്നും എടുത്തു മാറ്റിയതല്ല. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3 നൽകിയതല്ല. പാർട്ട് 3 ആണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകുന്നു എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ്. മറിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഹെറന്റ് ആണ്, ഇൻഅലീനബിൾ ആണ്. അതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അത് പാർട്ട് 3 പിന്നെ എന്തിനാ ആഡ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കണം. ഈ മനുഷ്യൻ പാർട്ട് 3 ഇങ്ങനെയാന്ന് പറയുന്നത്, പക്ഷേ ഈ എന്തിനാ പിന്നെ പാർട്ട് 3 അടുത്ത് ആഡ് ചെയ്തവർക്ക് തലയ്ക്ക് ഓളമാണോ എന്ന് നിങ്ങൾ ചോദിക്കും. പ്രിയ സുഹൃത്തുക്കളെ, സത്യാവസ്ഥ എന്തെന്ന് പറയാം, പാർട്ട് 3 എന്ന് പറഞ്ഞത് അത് ഗ്യാരണ്ടി ചെയ്തു വരുന്നത്. ഇതിൽ ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ശരിക്കും എടുത്ത് പറയാൻ പറ്റും. പക്ഷേ ഇതിൽ ചിലത് മാത്രം സ്പെഷ്യലായിട്ട് എടുത്ത് ഗ്യാരണ്ടി ചെയ്തു. ഫോർ എക്സാമ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ. കാലം മാറുമ്പോൾ ചിലത് ആഡ് ചെയ്ത് ചേർത്ത് വരും. ഇംപ്ലിസിറ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ. നമുക്ക് ഗ്യാരണ്ടി ചെയ്തു തരുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടി, ഗ്രാൻഡഡ് എന്നല്ല. കാരണം ചില ആൻസർ പേപ്പർ ലോയുടെ ഒക്കെ ഞാൻ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ചിലർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്രാൻഡഡ് ബൈ ദ പാർട്ട് 3. നോ, ഗ്യാരണ്ടി നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് ഗ്യാരണ്ടീഡ് അതിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരും. അതായത് ഇന്നതുകൊണ്ട് അതിന്റെ പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇത് ഇത്രയും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞങ്ങൾ ഇത്രയും ആർട്ടിക്കിൾ 14, 15, 16, 17 എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സെട്ര ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് റെമഡി ഉണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, മനസ്സിലായോ? എസ് ഓർ നോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഐഡിയ കിട്ടിയോ? കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിയോ? എസ് ഓർ നോ? എന്താണ് പാർട്ട് 3 എന്ന് പറയുന്നപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ അല്ല, ഗ്യാരണ്ടി ചെയ്ത് തരുവാണ്. ശരിക്കും പ്രൊട്ടക്ഷൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഅലീനിയബിൾ ആൻഡ് like inherent rights. Is it okay? I hope it's clear. I think you follow. Hope it is clear. And the comments വരുന്നില്ല. I hope it's clear. Yes, right. Thank you for your reply. Right. Yes, well, all right. Yes. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു ഡെഫിനിഷനാണ്. കാരണം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു കാണും. നമ്മൾ ചിലപ്പോൾ മറന്നുപോയി കാണും അല്ലെ. വേർഡ് ബൈ വേർഡ് കൃത്യമായിട്ട് നോക്കണം. ഈ കുഞ്ഞു കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ശരി, അതാണ് പലരും ക്ലിയർ ചെയ്യാത്തത്. ഈ ഡീകോഡിങ് കൃത്യം ഒരു സബ്ജക്ട് സിലബസിൽ ഡീകോഡ് ചെയ്യുമ്പോൾ എന്ത് പഠിക്കണമെന്ന് കൃത്യമായി നോക്കണം. മാത്രമല്ല, നിങ്ങൾ ഏത് മെറ്റീരിയൽ എടുത്ത് വായിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അതിൽ ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആ ബുക്ക് തെറ്റാം. കാരണം എല്ലാ ബുക്കിലും ഒരു കാര്യം പറയും, എല്ലാവരും പഠിച്ചാൽ പിന്നെ ഇങ്ങനെ ജയിക്കാൻ പോകും. ഇതൊക്കെ സിമ്പിളാണ്, ഇതൊന്നും ടഫൊന്നുമല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ലോകത്തെ എവിടെ പോയി ഡെഫിനേഷൻ ചോദിച്ചാലും അവരെല്ലാം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇൻഅലീനബിൾ. വേറെ ഇതിന്റെ അപ്പുറം ആരും പറയത്തില്ല. 100% പറയുവാണെങ്കിൽ അവർക്ക് അറിയില്ലെന്നാ അല്ലെ. കൃത്യമായിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി പാർട്ട് 3, പാർട്ട് 4 ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഇതിലൊന്നും ആർട്ടിക്കിൾ ഇല്ല. ഇതിന്റെ അകത്ത് ഒരുപാട് പഠിക്കണം. പാർട്ട് എൻഡിങ് വരെ 11 വരെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കും. ഇത്രയും പാർട്ട് പഠിക്കണം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള എല്ലാ ആർട്ടിക്കിളും പഠിക്കണം. പക്ഷെ ഇൻഡെപ്തിൽ പോകുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ബേസിക് കുഞ്ഞു കാര്യം അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ പോകുന്നു. കോൺസെപ്റ്റ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ. കോൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രം മതി. പിന്നെ എളുപ്പം കോൺസെപ്റ്റ് ക്ലാരിറ്റി മാത്രം മതിയാക്കും അല്ലേ. പിന്നെ അടുത്ത് പോകുമ്പോൾ കോൺട്രാക്ട് ഉണ്ട്. കോൺട്രാക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽസ് ഗുഡ്സ് ആക്ട്, ഇതൊക്കെ കേസല്ലേ. പാർട്ണർഷിപ്പ്, സ്പെഷ്യൽ ലീഫ് ആക്ട് ഒക്കെ ഉണ്ട്. കോൺട്രാക്ട് നല്ല രസമല്ലേ പഠിച്ചെടുക്കാനൊക്കെ. പക്ഷെ കോൺട്രാക്ട് ആക്ടിന്റെ ഒരു പ്രത്യേകത, അതൊരു ടെക്നിക്കൽ സബ്ജക്റ്റും കൂടെയാണ്. കോൺട്രാക്ട് ഒരുപാടില്ലെങ്കിലും ഒരുവിധം ടെക്നിക്കലാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ആ കോൺട്രാക്റ്റിലെ ലാംഗ്വേജ് ഇച്ചിരിയൊക്കെ ഒരു ഡിഫറെന്റ് രീതിയിൽ എഴുതിയിരിക്കും. ബട്ട് ദിസ് ഇസ് ഈസി. കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഒരുപാട് കേസസ് പഠിക്കുന്ന പോലെ, ഫോർ എക്സാമ്പിൾ ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും പറയും കേശവാനന്ദ ഭാരതി എന്ന് എല്ലാവരും പറയും. നമ്മൾ ലോ സ്കൂളിലോ ഒക്കെ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് അടുത്ത് വെച്ചിട്ട് കേശവാനന്ദ ഭാരതി പറഞ്ഞ് അതും പഠിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സാമിന് ഇവർ മാത്രമല്ല, എല്ലാവർക്കും കേശവാനന്ദ ഭാരതി അറിയാം അല്ലേ. അതുപോലെ ഒരുപാട് കേസസ് ഉണ്ട്. റീസെന്റ് ആയിട്ട് വന്ന ജഡ്ജ്മെന്റ്സ് നോക്കിയിരിക്കണം. ആർട്ടിക്കിൾ 21 എനിക്ക് തോന്നുന്നു റൈറ്റ് ടു ഫർഗെറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു ഫണ്ടമെന്റൽ റൈറ്റ്. അത് മീൻസ് ഈ ഇംപ്ലിസിറ്റ് റൈറ്റ് ടു ഒന്നും കൂടെ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. റൈറ്റ് ടു ഫർഗെറ്റ് അല്ല, നമ്മളൊരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ആ വെബ്സൈറ്റ് ലോഗ് ഔട്ട് ചെയ്താൽ ഇൻഫർമേഷൻ അവിടെ അത് മാറണം. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അവിടെ കിടക്കാൻ പാടില്ല. റൈറ്റ് ടു ഫർഗെറ്റ് കേസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ചില കേസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ചില കറണ്ട് അഫയേഴ്സ് ആണ് നോക്കിയിരിക്കുന്നത്. അതൊക്കെ ജനറൽ അവയർനെസ്സിലും ചോദിക്കും. കോൺട്രാക്റ്റിലും ഫേമസ് കേസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കേസ് ഉണ്ടല്ലോ, നമുക്കറിയുന്ന കേസസ് ഉണ്ട്. ഫേമസ് കേസ് വേണം. കോൺട്രാക്റ്റിലും മസ്റ്റ് ആണ്. കാരണം
ആ കേസസ് അതിൻ്റെ ഒരു മീനിങ് കംപ്ലീറ്റ് ആയിട്ട് തരും. ഇതും ടോട്ടൊക്കെ എന്ന് പറഞ്ഞ കേസസ് ഒരുപാട്, ഇതിനും കേസ് നോക്കേണ്ടതാണ്. പ്രത്യേകം കോൺട്രാക്ട് ആണ്. പക്ഷേ സെയിൽ ഓഫ് ഗുഡ്സിലും പാർട്ണർഷിപ്പിലും സ്പെസിഫിക്കലും അങ്ങനെ കേസസിന് വേണ്ടി പോകണ്ട. കോൺട്രാക്റ്റിലെ കേസസ് വളരെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. 25% ഉണ്ട്. ഈ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ മാനുവൽ, ഇതിലും ഒരുപാടൊന്നും വേണ്ട, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ അല്ലേ? CPC എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. എനിക്കിഷ്ടമല്ല, പഠിച്ചെടുത്തു എന്നേ ഉള്ളൂ, ഇഷ്ടമല്ല. പക്ഷെ നല്ല നല്ല സബ്ജക്റ്റാണ്. ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് പ്രൊഫഷണലി യൂസ് ചെയ്തല്ലേ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് നല്ല കോൺസെപ്റ്റ് ഒരുപാടുണ്ട്. റെസ് ജുഡിക്കേറ്റർ, റെസ് സബ് ജുഡീസ്, പിന്നെ അതിൻ്റെ മാക്സിംസ് ഒക്കെ ഒരുപാട് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മാക്സിംസ് എല്ലാത്തിലും പഠിക്കണ്ട, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചിലടത്ത് 3-4 മാക്സിംസ് മതി മൊത്തത്തിൽ. കാരണം ചിലതിൽ വരും റെസ് ജുഡിക്കേറ്റർ, പ്രോവേറിറ്റ്, അക്യുപീച്ചർ എന്നൊക്കെ പറഞ്ഞ മാക്സിംസ് ഇല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില വരും. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇത് ഇത്രയും പഠിച്ചാൽ മതി, എല്ലാം വേണ്ട. 3, 4, 5, 1 വേണ്ട, 2 വേണ്ട, 3 കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് സിലബസ്, എല്ലാം വേണ്ട. ഇതിൻ്റെ അകത്ത് വേറെ ആക്ടുള്ള ഏരിയ വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ നോട്ട് തരാം, അതൊക്കെ നോക്കിയാൽ മതിയാവും. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അല്ലേ? TP വളരെ രസമാണ്, നല്ല രസകരമായ. TPയുടെ പ്രത്യേകത ടെക്നിക്കലാണ്, പ്യുവർ ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം. TP ആദ്യം ഞാനൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ മനസ്സിലാവും, മനസ്സിലാകില്ലേ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് അതല്ല, അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. വളരെ രസകരമായ ടോപ്പിക്കാണ്. പക്ഷേ ഇത് ഒരുപാട് പഠിക്കേണ്ട. കേസ് വേണമെന്ന് വെച്ചാൽ ഇതിനൊന്നും കേസ് ആവശ്യമില്ല, TPയിൽ വേണ്ട. അത് കോൺസ്റ്റിറ്റ്യൂഷനും കോൺട്രാക്റ്റുമാണ് കൂടുതൽ. ലിമിറ്റേഷൻ ആക്ട്, ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട്, അത് വളരെ പാർട്ട് 1 മാത്രം പഠിച്ചാൽ മതി, പക്ഷെ വളരെ റിലവൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ കൂടുതലും കേസസ് കൂടുതലും അങ്ങ് ആർബിട്രേഷൻ മീഡിയേഷനിലാണ് കൂടുതൽ കേസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഡൽഹിയിലൊക്കെ ഇവിടെ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെയാണ് കേസ് ഡിസൈഡ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ചും കമ്പനി ടാക്സേഷൻ മാറ്ററൊക്കെ അതിലങ്ങ് വെച്ചങ്ങ് പോകാറുണ്ട്. ഒരു ലെങ്തി കോർട്ട് പ്രൊസീജിയറിൽ പോവില്ല. അതാണ് നമ്മുടെ റിലവൻസ്, ഏറ്റവും കൂടുതൽ റിലവൻസ് കൂടി വരുന്ന ഒരു ലോ ആണ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇതിൽ എന്ത് പഠിക്കണമെന്നില്ല. 20% ഉണ്ട്, എന്ത് പഠിക്കണമെന്ന് വെച്ചാൽ അറിയില്ല, കാരണം പറഞ്ഞിട്ടില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചാൽ പേടിക്കണ്ട. ഇതിൽ ചില ലൈക്ക് റൂൾ അഗെയിൻസ്റ്റ് ബയസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റ് നെറ്റാൽ പബ്ലിക്കേഷൻ, അതായത് ഒരു നിയമം വന്നാൽ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കണം. പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അത് വാലിഡ് അല്ല അല്ലേ? ഒരു ഫേമസ് കേസ് ഉണ്ട്, എല്ലാത്തിലും കേസ് ആവശ്യമില്ല, കുറച്ച് കേസേ ഉള്ളൂ. ഹർല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. പുള്ളി അവിടെ എന്തോ ഒരു ചെറിയൊരു ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമായിരുന്നു ചെയ്തു. പക്ഷെ അവിടെ ഒരു നിയമം പാസ് ചെയ്തു, ആ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തില്ല. പക്ഷെ പോലീസ് ആ നിയമത്തിന്റെ പിൻബലത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്തു. സുപ്രീം കോടതിയിൽ കേസ്, സുപ്രീം കോടതി പറഞ്ഞു നോ, അത് ഇല്ലീഗലാണ്. കാരണം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, ജനങ്ങൾ അറിയണം അല്ലേ? എന്നിട്ട് മതി അറസ്റ്റും ബാക്കി കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയൊരു കുഞ്ഞു കോൺസെപ്റ്റ് ഉണ്ട്. പോസ്റ്റ് നെറ്റാൽ പബ്ലിസിറ്റി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ക്യൂറേറ്റീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് പിന്നെ ക്യൂറേറ്റീവ് റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസിലേക്ക് കിട്ടത്തുള്ളൂ. അത് അറ്റോർണി ജനറലിന്റെ സിഗ്നേച്ചർ, പിന്നെ സീനിയർ അഡ്വക്കേറ്റിന്റെ സിഗ്നേച്ചർ, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിലേക്ക് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഏത് കേസ് വന്നാലും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് സൈൻ ചെയ്താലേ കേസ് വരത്തുള്ളൂ. അവർ സൈൻ ചെയ്യണം, എങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ, ആ മാറ്റർ സുപ്രീം കോടതിയിലേക്ക് എത്തും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കുഞ്ഞു കാര്യങ്ങളാണ്, എളുപ്പമാണ്. പക്ഷെ എന്ത് പഠിക്കണമെന്നില്ല. അപ്പം നമുക്കിതിൽ ബേസിക് കോമൺ ആയിട്ടുള്ള കാര്യം പഠിച്ചു വെച്ചാൽ മതി. ആൻഡ് ജുറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റേറ്റ്, വളരെ സിമ്പിൾ, വളരെ സൂപ്പർ, നല്ല സബ്ജക്റ്റ്. ജുറിസ്പ്രുഡൻസ് വളരെ എളുപ്പമാണ്. ഈ ജുറിസ്പ്രുഡൻസിൽ ശരിക്കും സ്കൂൾസ് പഠിക്കണം, സോഴ്സസ് ഓഫ് ലോ പഠിക്കണം, ഇന്റർപ്രിട്ടേഷൻ പല ടൈപ്പ് ഉണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഈ ജുറിസ്പ്രുഡൻസിന്റെ ഒരു പ്രത്യേകത ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ ജൂറിസ്പ്രുഡൻസ് മൊത്തം പഠിപ്പിക്കാൻ പോയാൽ തീരത്തില്ല, ഒരുപാടുണ്ട്. എൻ്റെ കയ്യിൽ ജൂറിസ്പ്രുഡൻസ് നോട്ട് ഇരിക്കുന്ന എൻ്റെ നിലവിൽ 82 പേജ് ഉണ്ട്. ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 പേജ് കിടന്ന നോട്ടായി, ഇപ്പം 82ആയി. ഓസ്ട്രേലിയൻ സ്കൂൾ മാത്രം, ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ അത് കൂടുതൽ വരും. ഒരു സ്കൂളും ജൂറിസ്പ്രുഡൻസ് ആവശ്യമാണ്. ജൂറിസ്പ്രുഡൻസ് ടാക്കിൾ ചെയ്യണമെങ്കിൽ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയൻ സ്കൂൾ അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ പോസിറ്റീവ് സ്കൂൾ പറഞ്ഞു ലോ ആസ് ഇറ്റ് ഈസ്. ഇതാണ് പോസിറ്റീവ് സ്കൂൾ എന്ന് വെച്ചാൽ ഇതാണ് ഡെഫിനിഷൻ, ലോ ആസ് ഇറ്റ് ഈസ്. വേറെ ഡെഫിനിഷൻ ഇല്ല, അതാണ് ഡെഫിനിഷൻ, ലോ ആസ് ഇറ്റ് ഈസ്. നിയമം എന്താണ് അതങ്ങ് ഫോളോ ചെയ്യും. വേറെ അതിന്റെ രണ്ടാമത് അവിടെ ഇവിടെ ഒന്നുമില്ല. എന്ത് നിയമമാണോ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം, നിയമമാണ്.
അപ്പോൾ ഒരാൾ പറയുന്നു, എൻ്റെ തല എനിക്ക് സംരക്ഷിക്കാൻ അറിയാം, എനിക്ക് തലയ്ക്ക് ഇച്ചിരി വേദനയും കാര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്നെ ഹെൽമെറ്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന് കോടതിയിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി ഒരു നിയമമുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതാണ് ഓസ്ട്രേലിയൻ സ്കൂൾ പറയുന്നത്. നിയമം ഉണ്ടോ, വേറെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യും. സാഹചര്യം ഇങ്ങനെയാണ്, സൊസൈറ്റി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എല്ലാവർക്കും പറ്റത്തില്ല, തലവേദന ഉള്ളവരുണ്ട്, ഹെൽമെറ്റ് സ്യൂട്ടബിൾ ആവില്ല, ഹെൽമെറ്റ് വെച്ചാൽ ഉറക്കം വരും, ഇങ്ങനെയൊക്കെ. അതൊന്നും കാര്യമില്ല. അതൊന്നും എന്താ പറയുന്നത്, ലോ ആസ് ഇറ്റ് ഈസ് എന്താണ്. അപ്പം ഇങ്ങനെയുള്ള ടേം ഉണ്ട്. ഇത് ഈ ടേംസ് ഒരുപാട് കീവേഡ് ഓർത്തിരുന്നാൽ മതി. പിന്നെ കമാൻഡ്, സോവറിറ്റി, ഇങ്ങനെ ഒരുപാട്. ലോ എന്താണ്, ഇവർക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഒരുപാടുണ്ട്. ഇത് കൃത്യമായിട്ട് ഡെഫിനേഷൻസ് ഓക്കെ ആണെങ്കിൽ ജൂറിസ്പ്രുഡൻസ് എളുപ്പമാണ്. പക്ഷെ ഇത് ഫിലോസഫിയാണ്, എളുപ്പമാണ്, പാടൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എയ്പെക്സ് കോർട്ട്, സുപ്രീം കോർട്ടിലേക്ക് ഹൈക്കോർട്ടിലേക്ക് വരുമ്പോൾ ജൂറിസ്പ്രുഡൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇന്റർപ്രിട്ടേഷനും ഇതൊന്നും ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സോ പഠിക്കേണ്ടി വന്നു, പഠിച്ചു. ഐ ലവ് ജൂറിസ്പ്രുഡൻസ്. ഇത് ജൂറിസ്പ്രുഡൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നിയമവും എളുപ്പം, എല്ലാം ഏത് നിയമം എടുത്താലും സിമ്പിൾ പറയും. അപ്പം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്, വാട്ട് ഇസ് ലോ ആസ് ഇറ്റ് ഈസ്. എന്നാൽ നമ്മൾ സോഷ്യോളജിക്കൽ സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ ലോ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അവർ പറയുന്ന ലോ ആസ് ഇറ്റ് ഈസ് ഒന്നുമല്ല, മറിച്ച് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ട് കാര്യമില്ല, സൊസൈറ്റിക്ക് അനുസരിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കിവിടെ DV ആക്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഓസ്ട്രേലിയൻ സ്കൂൾ പ്രകാരം DV ആക്ട് എന്താണോ പറയുന്നത് അതങ്ങ് ഫോളോ ചെയ്യുക. വേറെ ഒന്നും നിയമമുണ്ട്, ഓക്കെ, നിയമം പാസ് ചെയ്തു, അത് നടപ്പിലാക്കുക. ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത് അങ്ങനെയല്ല, സൊസൈറ്റിയെ പഠിക്കണം ആദ്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബേസിക്കലി ഈ ഡൊമസ്റ്റിക് വയലൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. UP-യിലൊക്കെയാണ് കൂടുതൽ, രാജസ്ഥാനിലൊക്കെയാണ് കൂടുതൽ വരുന്നത്, ബീഹാർ, നോർത്താണ് കൂടുതൽ. കേരളത്തിലുണ്ട്, കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് മീഡിയയിലൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. കാരണം മാരേജ് എന്ന് പറയുന്നത് പലപ്പോഴും ബേർഡൻ പോലെയാണ്. ലൈക്ക് മാരേജ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സാങ്ഷൻ ഉണ്ട്, പല പ്രശ്നം, സൊസൈറ്റിയുടെ പ്രശ്നമുണ്ട്, സ്ത്രീയുടെ റോളാണ് അവിടെ. മാരേജ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാരേജ് ആയിക്കഴിഞ്ഞാൽ സ്ത്രീ അടിമയായി പോകുന്നു എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ലൈക്ക് അവർക്ക് ഫ്രീഡം ഇല്ല, വോയിസ് ഇല്ല, പിന്നെ റേസ് ചെയ്യുന്നില്ല, ലൈക്ക് അൻസറിനെയുള്ള ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്. നോർത്തിൽ അത് കൂടുതലാണ്, നോർത്ത് ഇന്ത്യയിൽ ഇവിടെ എടുക്കുമ്പോൾ വലിയ രീതിയിലാണ്. മാത്രമല്ല ചില നോർത്തിൽ ചില പ്രദേശങ്ങളിൽ ഭർത്താവിൻ്റെ പേര് പോലും ഭാര്യമാർ പറയത്തില്ല, അത്ര ബഹുമാനം, ആ രീതി ഒക്കെ ഒരുപാട് ആചാരങ്ങൾ. ബേസിക്കലി ഇതെല്ലാം വരുമ്പോൾ എന്താണ്, സ്ത്രീയെ സപ്രസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സിന്ദൂരം ഇടുന്നു, ആണിനും പെണ്ണിനും ഇടണം, അപ്പോഴേ ഇക്വാളിറ്റി ആവത്തുള്ളൂ. ഇത് സ്ത്രീക്ക് മാത്രം. അതിൻ്റെ അർത്ഥം ഒന്ന് അടിമയെന്നും കൂടെയാണ് അതിൻ്റെ അർത്ഥം. താലി ഒരാൾക്കുള്ളൂ, രണ്ടുപേർക്കുണ്ടോ? ഇല്ല. രണ്ടുപേർക്കും താലി ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി ആയി. ഇത് ഒരാൾക്ക് മാത്രം താലിയിട്ട് എന്താ, താലി സ്ത്രീ അടിമയാക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം ഏതായാലും ഇപ്പം ഇസ്ലാമിൻ്റെ ഒരു പർദ്ദ ഇടിപ്പിക്കുന്നു, നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, പർദ്ദ. ഈ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ചെല്ലുമ്പം പള്ളിയിലൊക്കെ കയറുമ്പോൾ അവർ ഈ ഷോളൊക്കെ ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ എല്ലാം ബേസിക് ആയിട്ട് എന്താണ്, സ്ത്രീയുടെ പൊസിഷൻ വീക്കറാണ്. അങ്ങനെയാണ്, പെട്രിയാർക്കി നിറഞ്ഞൊരു സമൂഹമാണ്. അതിൽ റിലീജിയനാണ് ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. റിലീജിയനാണ് ഏറ്റവും, മതം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്താ പറയുക, സോഷ്യോളജിക്കൽ സ്കൂൾ എന്താ പറയുന്നത്, അത് പഠിക്കുക. നിയമം ഉണ്ടായാൽ പോരാ, സൊസൈറ്റിയെ കൃത്യമായിട്ട് പഠിക്കുക. എന്തുകൊണ്ട് സ്ത്രീ വീക്കാവും, അത് കൃത്യമായി പഠിക്കും. 2, ഒരു നിയമം വന്നിട്ട് കാര്യമുണ്ടോ എന്ന് പഠിക്കണം. നിയമം കൊണ്ടുവരുന്ന കാര്യം, ഓസ്റ്റിനും പറഞ്ഞ ഒരു ലെജിസ്ലേച്ചർ, പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവർ പറഞ്ഞല്ല, നോ, അങ്ങനെയല്ല വേണ്ടത്. ആ നിയമം വന്നിട്ട് കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഡൗറി പ്രൊവിഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമത്തിന്റെ ബെനിഫിറ്റ് ആർക്കാ കിട്ടും? റിച്ച് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ്, അല്ലെ? റിച്ച് ആയിട്ടുള്ളവരാണ്. ലീഗൽ പ്രൊഫഷനിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ആരെ കൂടുതലും റിച്ച് ആയിട്ടുള്ളവർക്കാണ് ഇതെല്ലാം, എല്ലാവർക്കും അറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ലീഗൽ ക്യാമ്പുകൾ, അവയർനെസ് ക്യാമ്പായിട്ട്, ഇപ്പോൾ ഡൽഹിയിലേക്ക് ഒരുപാട് സ്ലംസ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് സ്ലംസ് ഉണ്ട്, അവിടേക്ക് പോകും. അവിടെ പോകുമ്പോൾ ഇവർക്കൊന്നും ഡൊമസ്റ്റിക് വയലൻസ് അറിയത്തില്ല. ഇവിടെ ഭർത്താവ് ശരാബി, ലൈക്ക് മദ്യപിച്ചിട്ട് ഭാര്യയൊക്കെ അടിക്കും, ഉപദ്രവിക്കും. റോഡിലൊക്കെ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴായിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോയപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് നിന്ന് ഫുൾ ഒച്ചയും നിലവിളി, ഒരു സ്ത്രീയുടെ കരച്ചിലും ബഹളമാണ്. അകത്തേക്ക് എനിക്ക് കയറാൻ പറ്റില്ല, പുറത്തുള്ളത് അടിച്ചു കൊല്ലു തന്നെ ആ രീതിയിൽ. ആൾക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ പോലീസിനെ വിളിക്കും, വരും, ഒക്കെയാണ്. കുറേ കഴിഞ്ഞ് ഒരു നല്ല തടിയൻ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ഈ സ്ത്രീ പുറത്ത് കരച്ചിലോട് കരച്ചിട്ട് ഒരു നല്ല നിലവിളിയായി. അത് മനസ്സ് കയറുന്നു പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഡൽഹി, നോർത്ത് ഇന്ത്യയിലൊന്നും പോലീസൊന്നും വരത്തില്ല, അവിടെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന എന്താ, നിയമമില്ലേ?
എന്നിട്ട് അവർക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇല്ല, എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഫേസ് ചെയ്യുന്നു? DV ഒരുപാട് പ്രൊട്ടക്ഷൻ ഇല്ലേ, ഒരുപാട് പ്രൊട്ടക്ഷൻ ഓർഡർ ഇറക്കാൻ പറ്റില്ലേ, എന്നിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അവരവിടെ ഇടികൊണ്ട് നിലവിളി നിലവിളി നിലവിളി, 20 മിനിറ്റ്സ് ആണ് അവർ ഇടിയുണ്ട്, നല്ല നിലവിളി അവർ ഓരോ സെക്കൻഡിലും വിളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റാണ് കാണുന്നത്, നാട്ടിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. മനസ്സ് തുറന്നു. അപ്പോൾ അടുത്തുണ്ട് വേറൊരു പയ്യനുണ്ട്, ഞാനൊന്ന് ചോദിച്ചു ഇത് ചെയ്യാൻ പോലീസിന് വരത്തില്ല, ഈ ഏരിയ അങ്ങനെയാണ്, ആൾക്കാർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ആരും തിരിഞ്ഞു നോക്കില്ല. അവ എന്നിട്ട് കൂളായിട്ട് ഇറങ്ങിപ്പോൾ അവിടെ കടയിൽ പോയി എന്തോ വാങ്ങിയിട്ട് തിരിച്ചു വരുന്നു. ആൾക്കാർ അവൻ്റെ അടുത്ത് എന്താണെന്ന് ചോദിക്കുന്ന പോലുമില്ല, ആൾക്കാർ അവനെ നോക്കുന്ന പോലുമില്ല. ദിസ് ഈസ് കോമൺ. ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത് വളരെ വൈഫ് ബീറ്റിംഗ് കൂടുതലാണ്. സോഷ്യോളജിക്കൽ സ്കൂൾ പറയുന്നു ഇത് അഡ്രസ്സ് ചെയ്യും, അല്ല നിയമം പാസ്സാക്കിയിട്ട് കാര്യം, നിങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്യുക, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആവുമ്പോൾ അത് എല്ലാവർക്കും എൻ്റെ ബെനിഫിറ്റ് എത്തുമോ, സൊസൈറ്റിയിൽ എങ്ങനത്തെ നിയമം വേണം. ഇപ്പം ഇന്ത്യയിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നിയമം ഉള്ളത് പോലല്ല US-ലുള്ളത്, ഒരു രാജ്യത്തും മാറും. ഇപ്പം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ജനിക്കുമ്പോൾ മുതലേ ഉള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെടുക്കുമ്പോൾ എന്നെ കുക്കിംഗ് പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ സിസ്റ്ററിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ്? പാട്രിയാർക്കി. ആ രീതി. ഇപ്പോൾ സിസ്റ്ററിന് നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുത്തു, ബട്ട് കുക്കിങ്ങും കൂടെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ പറയുന്നത് ആ സൊസൈറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം, ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. ഈ നിയമം വന്നാൽ ഇതിലെല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് ഏത് പറയുന്നത് സോഷ്യോളജിക്കൽ സ്കൂൾ. ഇനി അടുത്തും നാച്ചുറൽ ലോ സ്കൂളുണ്ട്. നാച്ചുറൽ ലോ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ മൊറാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കും, അല്ലേ? ഈ നാച്ചുറൽ ലോ സ്കൂളിനെതിരെയാണ് ഈ പല സ്കൂൾസും, പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ സ്കൂളൊക്കെ വരുന്നത്. ഒരു മൊറാലിറ്റിക്ക്, പ്രത്യേകിച്ചും ഈ ദൈവം പോലെ, ലൈക്ക് ദൈവത്തിനപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ബേസിക്കലി ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, ലൈക്ക് അങ്ങനെയൊക്കെ പൊതുവേ പറയത്തുള്ളൂ, ദൈവത്തിനപ്പുറം. അതുപോലൊരു മൊറാലിറ്റിയാണ്. ഞാൻ എന്താണെന്ന് പറയുന്നത്, മൊറാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചിലടത്ത് മോഷ്ടിച്ചാൽ ശിക്ഷ കൊടുക്കും, അല്ലേ? ചിലടത്ത് എന്താ പറയും, അവന് തെറ്റ് പറ്റിയില്ല, ഇപ്പോഴത്തേക്ക് ക്ഷമിക്കാം, അല്ലേ? അപ്പോൾ അവൻ വീണ്ടും ചെയ്താലോ, അല്ലേ? ഫസ്റ്റ് ശിക്ഷ കൊടുത്താലോ പ്രശ്നം തീർന്നു. അപ്പോൾ ഈ മൊറാലിറ്റിയിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്കൂൾ. പിന്നെ സോഴ്സ് ഓഫ് ലോ എന്താണ്, എവിടെ നിന്നാണ് നിയമം വന്നിട്ടുള്ളത്, പിന്നെ ബന്ധാമിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ട് കുറച്ച് കാര്യം. ഇൻ്റർപ്രിട്ടേഷൻ ആകുമ്പോൾ ഒരു നിയമം എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, നോക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ജൂറിസ്പ്രുഡൻസ് ഒരു ഐഡിയ കിട്ടിയോ? ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടി. ഓക്കെ, റൈറ്റ്. താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. റൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൊസൈറ്റിയുമായി ലിങ്ക് ചെയ്തൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ട്, സെവൻ ഐഡിയ. ഞാനൊരു ബേസിക്കേ പറഞ്ഞുള്ളൂ. ശരിക്കും സബ്ജക്റ്റ് വളരെ എളുപ്പമാണ്, നല്ല രസമുള്ള സബ്ജക്റ്റാണ്, പഠിക്കാൻ പറ്റും. സൊസൈറ്റിയുമായി ചേർത്ത് വെച്ചും പലതും എക്സാമ്പിളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ദാറ്റ് സബ്ജക്റ്റ് ഈസ് ഈസി. ഓക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് ലീഗൽ ലാറ്റിൻ ടേംസ് ആൻഡ് മാക്സിംസ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് അറിയാം. ഹൗ ഡു യു ആൾട്ടർ പാർട്ടം, അല്ലെങ്കിൽ ഡിബേറ്റ് ബീസ് വെക്സാരി പ്രോ നാറ്റുഡൻ കോസ, ഇല്ലേ? നമ്മൾ ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, നാഷണൽ ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് കൂടെ ലിറ്റിഗേഷനുള്ള. ഇവർക്ക് മാക്സിം സൂപ്പറായിട്ടുണ്ട്, കാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ മാക്സിം നന്നായിട്ട് പഠിച്ചാൽ ലോയിൽ ശോഭിക്കാൻ പറ്റും. നമ്മൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇങ്ങനെയൊക്കെ ഒരുപാട് മാക്സിംസ് ഉണ്ട്. ലീഗൽ ഇമ്പോർട്ടൻറ്റ് ലാറ്റിൻ ടേംസ്, മാക്സിംസ് ഉണ്ട്. എല്ലാം വേണ്ട, കാരണം എന്താ, ഇമ്പോർട്ടൻറ്റ്, അത്രേ ഉള്ളൂ. സിലബസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓൾ എന്നില്ല. ലാറ്റിൻ എന്നും അല്ലെങ്കിൽ ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് നോട്ട് ഓൾ, ഇമ്പോർട്ടൻറ്റ് ലീഗൽ മാക്സിംസ് ആൻഡ് ലാറ്റിൻ ടേംസ്, അത് കൃത്യമായിട്ട് പറയുന്നു. പിന്നെ ലോ ഓഫ് ടോർട്ട്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയാണ്. കേസ് വേണ്ടി വരും. കോൺട്രാക്റ്റിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ലോ ഓഫ് ടോർട്ടിൽ കേസ് വരും. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വന്നു, ഒന്നോ രണ്ടോ വരും, പക്ഷെ അത് നിർബന്ധം ഉള്ളതല്ല. പക്ഷെ ഈ ഏരിയയിലേക്ക് നോക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. ടോട്ടൽ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ വളരെ രസകരമായതാണ്. ഒരുപാട് നെഗ്ലിജൻസ് ഉണ്ട്, ലൈസൻസ് വേഴ്സസ് ഫ്ലെക്ചർ ഉണ്ട്, പല ഇതുണ്ട്. ലൈക്ക് പിന്നെ ഈ കോൺസെപ്റ്റ് ഡാമേജ് എന്താണ്, ഡാമേജസ് എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ നോക്കിയാൽ മതി. ടോട്ടുണ്ട്, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി ക്രിമിനൽ ലോ ഉണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് BNS, ഭാരതീയ ന്യായ സംഹിത, ഇത് 1, 2, 3 ഇങ്ങനെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സെക്ഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സെക്ഷൻ കുഴപ്പമില്ല. BNSന്റെ സെക്ഷൻ തന്നിരുന്ന ഒരു നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ടഫ് ഉള്ളതല്ലല്ലോ BNS എന്ന് പറയുന്നത്, നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, നമുക്കത് എളുപ്പമാണ്.
പിന്നെ ഭാരതീയ സാക്ഷ്യാധിനിയം, ഇത് മൊത്തം പഠിക്കണം. കാരണം പറയുന്നില്ല ഏത് പഠിക്കണമെന്നില്ല. ലോ ഓഫ് എവിഡൻസ്, ഭാരതീയ, എല്ലാം പഠിക്കണം. ഇങ്ങനെയൊക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാം പഠിക്കണമെന്നാണ് അർത്ഥം ശരിക്കും. ഇല്ല അവർ കൃത്യമായിട്ട് പറയണം. ബാക്കി എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് ഇത്, അത് ഇത് പഠിക്കുക. മാക്സിമം ആണ് ഓൺലി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഓൾ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ വെറുതെ നിയമം മാത്രം. ശരിക്കും അങ്ങനെ തന്നാൽ എൻ്റെ അർത്ഥം എല്ലാം പഠിക്കണമെന്നാണ്. എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് ചെറുതാണ്. നമുക്ക് പറ്റുന്നതൊക്കെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഷോർട്ടായിട്ട് നമുക്ക് എല്ലാം പഠിക്കാം. നമുക്ക് ഇൻഡെപ്ത് വേണ്ടല്ലോ, അതൊരു ആശ്വാസം. ഇൻഡെപ്ത് ആണെങ്കിൽ തീരത്തില്ല. നമുക്ക് ആ ബേസിക് ആയിട്ട് അവർ ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാനത് എടുക്കുമ്പോൾ മനസ്സിലാവും. അത് നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിച്ച് കൃത്യമായിട്ട് പഠിക്കണം, അത് ആവശ്യമാണ്. ഇനി കമ്പനീസ് ആക്ട് ഉണ്ട്. കമ്പനീസ് ആക്ട് നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിയമം മൊത്തം ഉണ്ടെന്ന് പറയാൻ പറ്റും. കമ്പനീസ് ആക്ട് എല്ലാം ഉണ്ട്, എല്ലാം പഠിക്കണം. കമ്പനീസ് ആക്ടിൽ നിന്ന് ഒരുപാട് ചോദിച്ചു, നല്ല രീതിയിൽ ചോദിച്ചു. നല്ല വെയിറ്റേജ് ഉണ്ട്, അതിനൊക്കെ 30% കൊടുത്തിട്ടുണ്ട്. വേണം, നല്ല ആവശ്യമാണ്. അതും സിമ്പിളാണ്. ഇപ്പം ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 1 ഉണ്ട്. ചാപ്റ്റർ 1 എന്താ പറയുന്നത്? ഏത് നിയമം പറയുന്നത്? ചാപ്റ്റർ 1 എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈറ്റിൽ അല്ലെ, കമൻസ്മെന്റ് ഓഫ് ദി ആക്ട്, സിമ്പിൾ, വന്ന വർഷം, കാര്യം, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. രണ്ടാമത് എന്താ നോക്കേണ്ടേ അല്ലേ? രണ്ടാമത് അവിടെ വരുന്നത് ഇതിൽ ഡെഫിനിഷൻസ് വരും. ഈ ഡെഫിനിഷൻ ഒരുപാട് ടേംസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കമ്പനീസ് ആക്ടിൽ ഐ തിങ്ക് മോർ ദാൻ 20 ഡെഫിനിഷൻസ് ഉണ്ട്. 20-ലപ്പുറം ഉണ്ട്. പക്ഷെ അത് പഠിക്കണം. ഡെഫിനിഷൻ കുഞ്ഞല്ലേ, മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് ഒരു കമ്പനി എന്ന് പറയും, എന്താണ് ഓഡിറ്റ് അക്കൗണ്ട്സ്, ഇതൊക്കെ സിമ്പിളാണ്, ടഫുള്ള കാര്യമില്ല. അത് പഠിക്കണം. കാരണം ചാപ്റ്റർ 2 എന്ന് പറയും, 2ൻ്റെ അകത്തുനിന്ന് എന്ത് ചോദിക്കാം, വലുതല്ല, ചെറുതാണ്. ചാപ്റ്റർ 2ലേക്ക് ഫോർമേഷൻ ഓഫ് ദ കമ്പനി, ഒരു കമ്പനി ഇങ്ങനെ ഫോം ചെയ്യാം, ഇറ്റ്സ് ഈസി. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങൾ അവിടെ ചോദിക്കും. PYQ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുഞ്ഞു കാര്യമേ ചോദിക്കും, വളരെ കുഞ്ഞാണ് ചോദിച്ചിട്ടുള്ളത്, ടഫായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എഴുതണമെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം അല്ലേ? നമുക്ക് ആ ബെയർ ആക്ട് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ക്ലാരിറ്റി. ഞാൻ ലാസ്റ്റ് നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നോട്ട്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി, പാർട്ട്ണർഷിപ്പ്, ഇൻസോൾവൻസി, ബാങ്ക്രപ്സി കോഡ് 2016 വളരെ പോപ്പുലർ ആണ്. പാർട്ട് 1, 2 പഠിച്ചാൽ മതിയാവും. പിന്നെ സെക്യൂരിറ്റീസ് ലോ, സെബിയുടെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്, സബ്ജക്റ്റുമായിട്ട് വളരെ കൃത്യമായിട്ട് വരുന്നതാണ്. 40% ഉണ്ട്. ഇതുണ്ട് ഇൻസൈഡർ ട്രേഡിംഗ്, ഇങ്ങനെ ഒരുപാടുണ്ട്. സെബിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരുപാട് ആക്ടുകൾ പഠിക്കേണ്ടി വരും, കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ആക്ട് മാത്രമല്ല, ഇവർക്ക് ഇതിൻ്റെതായ റെഗുലേഷൻസും ഇറക്കിയിട്ടുണ്ട്, അതെല്ലാം പഠിക്കേണ്ടി വരും. സെബിയുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതും നമുക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റുന്നതാണ്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ അല്ലേ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഇത് ഇക്കണോമിക്സിൻ്റെതാണ്. ഇതാണ് ശരിക്കും ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, കോസൈ ജുഡീഷ്യൽ ബോഡി ഇൻ ഇന്ത്യ അല്ലേ. ഇത് കമ്പനീസ് ആക്ടിലുള്ളതാണ്. എത്ര വർഷം അല്ലേ? അപ്പോൾ വർഷമൊക്കെ കൃത്യം, കാരണം ഈ ആക്ടിൽ ഒരുപാട് വർഷങ്ങൾ പലയിടത്തും വരും, കൺഫ്യൂഷൻ വരും. ഒരു 2-3 ടൈംസ് വായിച്ചാൽ മതിയോ, കുഴപ്പമൊന്നുമില്ല. ഒരു ഗവൺമെന്റ് കമ്പനി ആൻഡ് കമ്പനി ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ ലെസ് ദാൻ ഡാഷ് ഇയേഴ്സ് കാൺ മേക്ക് എ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അല്ലേ. ഇതൊക്കെ സിമ്പിളാണ്. പക്ഷെ ഒറ്റയടിക്ക് പോയി നോക്കിയാക്കില്ല, കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ കൺഫ്യൂഷൻ വരരുത്. അത് കൃത്യമായിട്ട് നമ്മൾ ബെയർ ആക്ട് എടുക്കുമ്പോൾ അതിലുള്ളതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, കാണാൻ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ കമ്പനി കനോട്ട് ആൾട്ടർ ടേംസ് ഓഫ് കോൺട്രാക്ട് പോസ്റ്റ് എക്സെപ്റ്റ് ഒരു ഡാഷ്, രണ്ടാമത്തെ ഡാഷ് അല്ലേ. ഇതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. ഇത് ഈ ഫസ്റ്റ് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഇത് പിന്നെയും കുഴപ്പമില്ല. ബട്ട് ലാസ്റ്റിൽ വരുമ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ലാസ്റ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഇനി അടുത്ത് വരുന്നുണ്ട്, ചാപ്റ്റർ എടുത്തു ചോദിച്ചു, കാരണം ഈ ചാപ്റ്ററൊക്കെ സിലബസിലുള്ളതാണ് കൃത്യമായിട്ട് അല്ലേ. ചിലപ്പോൾ ഒരു മെയിം ഷാളൊക്കെ മാറ്റിയിട്ട് ചോദിക്കാം, തെറ്റിപ്പോവും. ഇവിടെ 1000, ഇവിടെ 5000, 2000, 2000, 1000, ഇത് രണ്ട് കൺഫ്യൂഷനാണ്. കൃത്യമായിട്ട് അതെന്താണോ കറക്റ്റ്, ആ ഒരു ബെയർ ആക്ടിൽ പറയുന്ന ലാംഗ്വേജ്, നിയമത്തിൽ പറയുന്ന ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years and with fine which shall not be less than 1000 every day during which such default continues അല്ലേ. കൃത്യമായിട്ട് ആ വാക്ക് തന്നെയാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡി അല്ല, കോൺസെപ്റ്റ് ക്ലാരിറ്റി എന്ന് വിളിക്കാം. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇവിടെ വേണം. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് വലിയ വിഷയമില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാനിത് നോട്ട് തരും, അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഇൻഡിപെൻഡന്റ്, ഇതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ. പിന്നെ വോട്ടിംഗ് റൈറ്റ്സ് ലൈക് ഫോർ അവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇത് എളുപ്പമാണ്. പക്ഷേ എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് എന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അറിഞ്ഞില്ലെങ്കിൽ
ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇങ്ങനെ ഉണ്ട്. ആ ഡെഫിനിഷൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പെയ്ഡപ്പ് എന്താണ്, സബ്സ്ക്രൈബ്, ഓത്തറൈസ് ക്യാപിറ്റൽ എന്താണ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. ഇതിലെല്ലാം ഇത് ഡെഫിനിഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ, ചാപ്റ്റർ 1 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ആസ് പെർ സെക്ഷൻ 139 എന്ന് പറയുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുമ്പോൾ കോറം ഫോർ എ മീറ്റിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ഡാഷ് ഇങ്ങനെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരും. കൃത്യമായിട്ട് ഓപ്ഷനൊക്കെ ഇങ്ങനെ വരും. ഇതെല്ലാം ബെയറാക്ട്. അപ്പോൾ ഈ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം മിക്സഡ് ആണ്, രണ്ടും കൂടെ ചേർത്ത് വരും. ഹാർഡായിട്ടൊന്നുമില്ല, ഒന്നും പഠിച്ചില്ലെങ്കിൽ ഹാർഡാവും. ഇത് 2 രീതിയിലാണ്. മീഡിയം ഉണ്ട്, പിന്നെ ഈസി, 2 ഇതാണ്. ഈ മീഡിയത്തിൻ്റെ പ്രത്യേക ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിംഗ് കൺഫ്യൂഷൻ വരും. കാരണം തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചോളാം. കൃത്യമായിട്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ പോകും. പിന്നെ ഇതും വരും. ഡെഫിനിഷൻ ഒരുപാടുണ്ട്, അതെല്ലാം ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇത് പോകും. ടൈം കൺസ്യൂമിങ് കൺഫ്യൂഷൻ ആണ്. ബാക്കിയൊന്നും കുഴപ്പമില്ല, ഒരു 3 എണ്ണം മാത്രമേ ആ രീതിയിലുള്ളൂ. ഓക്കെ. ഇനി കമ്പനീസ് ആക്ട്, ഇപ്പം നമുക്ക് ടൈം പോയിരിക്കുവാണ്. അപ്പം ഞാനൊന്ന് ബ്രീഫായിട്ട് കമ്പനീസ് ആക്ട് എങ്ങനെയാണ് നോട്ട് വരുന്നത് നോക്കാം. ഇതിപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ ചാപ്റ്റർ 1 ആണ്. നിങ്ങൾക്ക് നോട്ട് തരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഒരു എക്സാമ്പിൾ ആണ്, കമ്പനീസ് ആക്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പം നമ്മളൊരു ആക്ട് ഇപ്പം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ സെക്ഷൻ 1 എടുക്കുമ്പോൾ പർപ്പസ് ഓഫ് ദി ആക്ട് ഇത് അതിലുള്ളതാ, ഒറിജിനൽ ആക്ടാണ്. ചാപ്റ്ററിൽ എന്തുണ്ടോ അതെല്ലാം ഞാൻ പഠിപ്പിക്കും, അല്ലേ? ഇപ്പം ഇത് ഞങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ്സ് ഒന്നും വേണ്ട, കാര്യം ഡെഫിനിഷനിലേക്ക് നേരിട്ട് കടന്നാൽ മതി. ഞങ്ങൾക്കറിയാം ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്, ഓക്കെ, നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ നോട്ട് വരും, അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കരുത്. എൻ്റെ അപ്പുറത്തേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തരുന്ന നോട്ട് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോരുത്, 100% ഗ്യാരണ്ടിയാണ്. ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് മാത്രമേ ചോദിക്കൂ. ലോ ടോപ്പിക് ഞാൻ അതാണ് എടുക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന മാത്രമേ ചോദിക്കൂ, വേറെ ഒന്നും പോകത്തില്ല. തള്ളല്ല. പക്ഷേ ഞാൻ കുറച്ചും കഴിച്ച പുട്ടാണ്, പക്ഷേ തള്ളുകയല്ല. ബേസിക്കലി ലൈക്ക് ബെറാക്റ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, ഒറിജിനൽ നിയമത്തിൽ നിന്ന് തന്നെ. കോൺസെപ്റ്റ് ക്ലാരിറ്റി, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനും ജൂറിസ്പ്രുഡൻസ് ഓരോ കോൺസെപ്റ്റ് പറഞ്ഞാൽ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി എടുത്തുള്ളൂ. സോ ഇതിപ്പോൾ ഒറിജിനൽ ആക്ടിലെ സെന്റൻസ് ആണ്. ഇപ്പോൾ പർപ്പസ് എന്താണ്, അല്ലേ? എന്താണ്? കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു കമ്പനീസ്, അല്ലേ? എന്താ എൻ്റെ ലക്ഷ്യം? ഇതൊക്കെ ചോദിക്കും, കാരണം ചാപ്റ്റർ 1 ആണ്. സിലബസിൽ ഇതുണ്ടോ? യെസ്, ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സിലബസ്. സിലബസിലുണ്ട്. സിലബസിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് ചോദിക്കും, അല്ലേ? 2 ഇതിന്റെ ടൈറ്റിൽ, ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. അടുത്ത് എന്താണ് പറയുന്നത്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്, ആപ്ലിക്കേഷൻ ഓഫ് ദി ആക്ട്, അല്ലേ? ഇതൊക്കെ അതിലുള്ള ഇങ്ങനെയുള്ള ബേസിക് കാര്യം. ഇതൊക്കെ സിമ്പിൾ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇന്ത്യയിൽ മൊത്തം ഏത് നിയമം എടുത്താലും കാണാൻ പറ്റും ഇങ്ങനെ. അപ്പൊ ഈ ഒരു മോഡലിൽ തരും, ക്വസ്റ്റ്യൻ മോഡലിൽ ഞാൻ തന്നെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് തരും. ഇത് ആക്ച്വലി ബെയർ ആക്ട് ആണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒറ്റ കോൺട്രിബ്യൂഷനെ നടത്തിയിട്ടുള്ളൂ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ, ഇറ്റ്സ് ഇൻ എ ക്വസ്റ്റ്യൻ ഫോമാറ്റ് മാറ്റി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഒരു ഷോർട്ട് ടൈറ്റിൽ ഓഫ് ദി ആക്ട്, അല്ലേ? ഇത് വരുമ്പോൾ കമ്പനീസ് ആക്ട് എവിടെ അപ്ലൈ ചെയ്യുന്നു, ഇത് അതിലുണ്ട്. സെക്ഷൻ 1 എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, എവിടെ അപ്ലൈ ചെയ്യുന്നു. കമ്പനീസ് ഈ ആക്ടിന്റെ കീഴിൽ വരുന്നത്. ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, പക്ഷെ IRDയുടെ കീഴിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നോട്ടിൽ ഞാൻ തരുന്നത്. അതായത് ബെയർ ആക്ടിനെ ക്വസ്റ്റ്യൻ ആൻസർ ഫോമാറ്റിൽ ആക്കിയിട്ടുണ്ട്, അങ്ങനെ സിമ്പിളാണ്. പിന്നെ ലാംഗ്വേജും മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ബെയർ ആക്ട് ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, ഞാൻ എന്നെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പനി ലോയുടെ ഒരു എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാം. അടുത്ത് സെക്ഷൻ 2 എന്താണ് പറയുന്നത്? ഇത് ഡെഫിനിഷനും ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയില്ല, അതാണ് ഈ ഡെഫിനിഷൻ, ഇമ്പോർട്ടൻറ്റ് ടേം. ഈ ഏരിയ പഠിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എന്താണ് എബ്രിഡ്ജ് പ്രോസ്പെക്ടസ്? ഇത് അതിലുള്ളതാ, ഇതിന് ഡെഫിനിഷൻ ആണ്. ഇങ്ങനെ ഒരു മോർ ദാൻ 20 ഡെഫിനിഷൻസ് ഉണ്ട്. ഈ 20 ഡെഫിനിഷൻസിന്റെ അകത്തുള്ള ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്താണ്, അല്ലേ? അതിൽ ഇത്രയും മാത്രമേ ഡെഫിനിഷൻ ഉള്ളൂ, ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതെന്തിനാ ആഡ് ചെയ്തിരിക്കുന്നത്? ഇത് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ താഴെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാവും. എന്നാലും എക്സാമ്പിൾ പഠിച്ചു വെക്കാനൊന്നും പോകണ്ട, അത് ചോദിക്കത്തില്ല. ഇത് ഈ മുകളിലത്തെ ബെയർ ആക്ടിലെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? എബ്രിഡ്ജ് കമ്പനി എന്താണ്? അതായത് ഒരു മെമ്മോറാണ്ടമാണ്, അതിൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പറയാം. സെബി കൃത്യമായിട്ട് പറഞ്ഞിരിക്കും, ഇന്നതാണ്, ഇതാണ്, അതാണ് എന്ന് റെഗുലേഷൻ വഴി എന്തൊക്കെ പറഞ്ഞു, അതാണ് ഈ എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ്, അതിന്റെ കമ്പനിയുടെ ഷെയർ, അതൊക്കെ നമ്മൾ നോക്കും പിന്നീട്, അല്ലേ? അതിന്റെ ബിസിനസിനെ കുറിച്ചും എല്ലാ റിസ്കിനെ കുറിച്ചും ഷെയർ ഇഷ്യൂ ആണ്, അല്ലേ? അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് സെബി പറയുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് എബ്രിഡ്ജ് പ്രോസ്പെക്ടസ്. കൃത്യമായിട്ട് പ്രോസ്പെക്ടസ്, അത്രേ ഉള്ളൂ, അല്ലേ? മനസ്സിലായില്ലെങ്കിൽ താഴെ എക്സാമ്പിൾ ഉണ്ട്.
ഇതെൻ്റെ ബെയർ ആക്ടിലെ ലാംഗ്വേജ് ആണ്, സിംപ്ലിഫൈ. അപ്പോൾ ഇത് ചോദിക്കും ലൈക്ക് കമ്പനീസ് ആക്ട് പ്രകാരം എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്താണ്. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് ബ്രീഫായിട്ട് ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുക്കും. അത്രയും ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല, പറഞ്ഞു കൊടുക്കും. അപ്പം ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാവും. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ചില ഡെഫിനിഷൻസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ചില ഇറലവൻ്റ് ആയിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അത് വേണ്ട. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് അല്ലേ, അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. സെക്ഷൻ 133 പ്രകാരമുള്ള കമ്പനീസ് അപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ. അതൊരു എക്സാമിന് ചോദിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏത് സെക്ഷൻ പ്രകാരമുള്ളതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 133. ഇനി എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്താണ്, നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അപ്പലേറ്റ് ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, നേരത്തെ നമ്മൾ കണ്ടു. എന്താണ് സെക്ഷൻ 410 പ്രകാരം കമ്പനീസ് ആക്ട് പറയാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ എൻറ്റയർ ബെയർ ആക്ട് ഞാൻ തരാം, സിംപ്ലിഫൈ ചെയ്ത് തരാൻ പറ്റും. എക്സാമ്പിൾ ഉള്ളത് അത് ആഡ് ചെയ്ത് തരാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കമ്പനീസ് ആക്ടും സെബിയും നമുക്ക് വളരെ റിലവൻ്റ് ആണ്. ഒരുപാട്. സത്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. സിലബസ് മുകളിൽ ചാപ്റ്റർ തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറവാണ്, ബാക്കിയൊക്കെ പിന്നെയും കുറവാണ്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ കുറവാണ്, എളുപ്പം തീരും. ഇത് ഒരുപാടുണ്ട്, പെട്ടെന്ന് തീരത്തില്ല. ബട്ട് വൺ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ അങ്ങ് തരാം, അത്രേ ഉള്ളൂ. വേറെ അഡ്വാൻറ്റേജ് 410 പ്രകാരം എന്താണ് അപ്പലന്റ് ട്രൈബ്യൂണൽ എന്താണ്, മീൻസ് NCLAT ആണ്. NCLA നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രൈബ്യൂണൽ അല്ലേ, അത് 410 പ്രകാരം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബെയർ ആക്ടിലുള്ളതിനെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് പിന്നെ ഇതുപോലെ എക്സാമ്പിൾ ആഡ് ചെയ്ത് ഞാൻ തരും. ഓക്കെ, ഇത്രയും മതി. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയില്ലേ, ഇത്ര ശതമാനം എത്ര പെയ്ഡ് ക്യാപിറ്റൽ വേണം എന്നൊക്കെ ചോദിക്കില്ലേ, അതൊക്കെ അവർ ഇവിടെ നിന്ന് എടുത്ത് ചോദിക്കുന്നത്. ഇതൊക്കെ ബെയർ ആക്ടിലുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, എന്ത് ചോദിച്ചാലും നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഞാൻ പഠിപ്പിക്കുന്ന കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. ചോദ്യം ചെയ്യുന്ന കുഴപ്പമില്ല, കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. ആ നോട്ട് മാത്രം നോക്കുക അല്ലേ. ഇപ്പം ഇതിൽ പെർസെൻറ്റേജ് കണക്ക് വന്നിട്ടുണ്ട്, ഇതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഇത്ര ശതമാനം, ഇല്ല 2 ഡാഷ് ഒക്കെ ഇട്ട് ചോദിക്കും, ഈ ഡാഷ് ഏത് ചോദിച്ചാൽ അവർ ചോദിക്കും അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 20%. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും, ചിലപ്പോൾ അറ്റ്ലീസ്റ്റും തരാതെ വയ്ക്കും. മോർ ദാൻ 20% സ്റ്റേറ്റ്മെന്റ് തരും. പല രീതിയിൽ സിമ്പിളായിട്ട് ചോദിക്കത്തുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായാലേ നിങ്ങൾക്ക് താഴെ എക്സാമ്പിൾ ഉണ്ട്. 25% ഒരാൾക്ക് കമ്പനിയിലുണ്ട്, അങ്ങനെയാണ് അല്ലേ. ഇതിനാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചില്ലെങ്കിലും ഈ 2 കാര്യങ്ങൾ, എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിന് മിനിമം എത്ര ശതമാനം വേണം എന്ന് ചോദിക്കുക. ഒരു 20, 25, 30 എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുതരും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് നോക്കിയാൽ മിനിമം 20 ആണ്, 20ൽ താഴാൻ പാടില്ല. 20 ഇറ്റ് ക്യാൻ ബി 21, 22, 23, 24, 25 ഇങ്ങനെ പോകാം, പക്ഷേ മിനിമം ഇത്രയും വേണം. ഇനി ജോയിന്റ് വെഞ്ചർ എന്താണ്, ഇതൊക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. ജോയിന്റ് വെഞ്ചർ എന്താണ് അല്ലേ, അത് ജോയിന്റ് ആയിട്ട് ഒരു അറേഞ്ച്മെന്റിൽ പോകുന്നതാണ്. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, ഒരു കമ്പനി എ ഒരു കമ്പനി ബി അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത്, ഇതൊക്കെയാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഏരിയ നോക്കിയാൽ ചോദിച്ചിട്ടില്ലേ. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഞാൻ നോട്ട്സ് തരുന്നത്. ഗോ ത്രൂ ദീസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയോ? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഐ തിങ്ക് യു ഫോളോ. യു ഗൈസ് ലിസ്ണിംഗ് ടു മീ ലൈക്ക് ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? റൈറ്റ്. ഇപ്പം ഇത്രയും നോക്കിയാൽ മതി. അപ്പം കമ്പനി സെബി ആ ഏരിയക്ക് പ്രയോറിറ്റി കൊടുക്കണം. കറണ്ട് അഫയേഴ്സ് അത് ഒരുപാട് വായിക്കണം, അത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ആ വേറായിട്ട് കൃത്യമായിട്ട് എടുത്ത് അതിൻ്റെ അപ്പുറം പോകത്തില്ല. പിന്നെ ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുക, അപ്പോൾ എളുപ്പമാവും. കാരണം അവർ ചോദിച്ചിട്ടുള്ളത് എല്ലാം ബെയർ ആക്ടിൻ്റെ അകത്തുനിന്നേ ഉള്ളൂ. വേറെ ലോയ്ക്ക് വേറെ ബുക്ക്, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് വേറെ ബുക്കൊന്നും വാങ്ങണ്ട, നോട്ട് തരും, അതങ്ങ് പഠിച്ചു വെച്ചാൽ മാത്രം മതിയാവും. ഇച്ചിരി വലുതൊക്കെ ആയിരിക്കും, സിമ്പിളാണ്, വലുതായിരിക്കും, പവർഫുൾ ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഇനഫ്. Don't want to go for anything further, bigger, nothing. It's actually clear. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡെഫിനിഷൻ എടുത്തേന്നല്ലേ 2 ദിവസം ചോദിച്ചു, അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. സോ ഇറ്റ്സ് ഈസി ആവുന്ന എങ്ങനെ, ദ കറക്റ്റ് സോഴ്സ്. ഫസ്റ്റ് സിലബസ് ഡീകോഡ് ചെയ്യണം, സിലബസ് എടുത്തിട്ട് ഡീകോഡ് ചെയ്ത് സിലബസ് മനസ്സിലാക്കിക്കണം അല്ലേ. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് മെറ്റീരിയൽ അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ആ സിലബസിനനുസരിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയ മെറ്റീരിയൽ മാത്രം എടുക്കുക. അല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഒന്നും വാങ്ങി കൂട്ടരുത്, ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ടൊന്നും വാങ്ങരുത്. സിലബസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം, ഫസ്റ്റ് തിങ്. 2, പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് ലോ പഠിക്കുമ്പോൾ ഒറിജിനൽ സോഴ്സിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ നമ്മളിപ്പം വേറെ പൊക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല, എല്ലാ ഇൻഫർമേഷനും കാണത്തില്ല. കാരണം കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ബുക്ക് ഇറക്കുമ്പോൾ അവർക്കൊരു മാർക്കറ്റ് ഉണ്ട്. അവരുടെ ലക്ഷ്യം എന്താ, അതിന് പൈസ കിട്ടുക. അപ്പോൾ അവർ സിംപ്ലിഫൈ ചെയ്തും ഒരു വിധമൊക്കെ ഇറക്കി അങ്ങനെയൊക്കെയാണ് തരുന്നത്. സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് വരണമെന്നില്ല,
അപ്പോൾ നമ്മൾ പ്രിയാമ്പിൾ നോക്കി നമ്മൾ പറഞ്ഞ എല്ലാം ശരിയാണ്, പക്ഷേ അതിന് ഫിലോസഫി എന്നും കൂടെ ഉണ്ട്. എക്സാമിന് ഫിലോസഫിയാണ് അവർ പിടിച്ചതെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കിയപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പിടിച്ചു, ഇൻഅലീനിയബിൾ ഒരു ഇൻഹെറൻറ്റ് എന്ന് നോക്കി. അപ്പം ഇങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റ്, ഒരു മെറ്റീരിയൽ എപ്പോഴും ഈ ബേസിക് കോൺസെപ്റ്റ് കൃത്യമാണ്. എല്ലാത്തിലും ഉള്ളത് എല്ലാ മെറ്റീരിയലും ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും ഒന്ന് പഠിക്കും, അല്ലേ? അവിടെ ഒറിജിനൽ സോഴ്സ് ലോ പഠിക്കും, ഒറിജിനൽ സോഴ്സ് തന്നെ എടുക്കും. ഓക്കെ, എനിവേ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ്, ലിസ്ണിംഗ് ടു മീ. ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ നെക്സ്റ്റിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കും, ഓരോ ഫാക്കൽറ്റീസും കൃത്യമായിട്ട് നോട്ട്സ് വരും, അത് കൃത്യമായിട്ട് പഠിക്കാം. അതിനെക്കുറിച്ച് അവർ ഡീറ്റെയിൽസ് ആയിട്ട് തരും. ലോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തള്ളിയതുപോലെ തന്നെയാണ്. നോ, ഐ എം ജസ്റ്റ് കിഡിങ്, JK. ലൈക്ക് വാട്ട് ഐ ആം ടീച്ചിങ് യു, ദാറ്റ്സ് ഫൈനൽ. അതുപോലെ നോക്കുക, അവരെല്ലാം സിലബസ് ക്ലിയർ ചെയ്ത് എല്ലാ ടോപ്പിക്കും നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിക്കും. അത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മതിയാവും. ഓക്കെ, സിലബസ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഡീകോഡിങ് ദ സിലബസ്, അത് ചെയ്തിട്ട് ടോപ്പിക് എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇവിടെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് വി ആർ പ്രൊവൈഡിങ് opportunities, whatever you need, every opportunities we are providing, include for the exam, for cracking the examination, whatever we need, they are providing it. The non to get panic and all, everything is clear and done. Okay, anyway, thank you very much. Good night all. Kanam class join jiga, join, right? Thank you very much. Bye. Good night all.